ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായ ശേദേയതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ, ശ്രീകൃഷ്ണ ലീലാമൃതം, അക്രൂരസ്തുതി, അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 40-ാം അധ്യായം നമുക്ക് വായിക്കാം, എന്നിട്ട് വരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ 40-തമോऽധ്യായഃ. അക്രൂര ഉവാച നതോസ്മ്യഹം ത്വാഖില ഹേതുഹേതും നാരായണം പൂരുഷമാദ്യമവ്യയം യന്നാഭിജാതാദരവിന്ദകോശാത് ബ്രഹ്മാവിരാസീത്യതയേഷ ലോകഃ ഭൂസ്തോയമഗ്നിഃ പവനഃ ഖമാദിഃ മഹാൻ അജാദിഃ മന ഇന്ദ്രിയാണി സർവേന്ദ്രിയാർത്ഥാ വിബുധാശ്ച സർവേ യേ ഹേതവസ്തേ ജഗദോംഗഭൂതാഃ നൈതേ സ്വരൂപം വിദുരാത്മനസ്തേ ഹ്യജാദയോ നാത്മതയാ ഗൃഹീതാഃ അജോനുബദ്ധഃ സഗുണൈരജായാ ഗുണാത് പരം വേദനതേ സ്വരൂപം ത്വാം യോഗിനോ യജന്ത്യദ്ധാ മഹാപുരുഷമീശ്വരം സാധ്യാത്മം സാധിഭൂതം ച സാധിദൈവം ച സാധവഃ ത്രയ്യാ ച വിദ്യയാ കേചിത് ത്വാം വൈ വൈതാനികാദ്വിജാഃ യജന്തേ വിതതൈർയജ്ഞൈഃ നാനാരൂപാമരാഖ്യയാ ഏകേ ത്വാഖില കർമാണി സന്യസ്യോപശമം ഗതാഃ ജ്ഞാനിനോ ജ്ഞാനയജ്ഞേന യജന്തി ജ്ഞാനവിഗ്രഹം അന്യേ ച സംസ്കൃതാത്മാനോ വിധിനാ വിഹിതേന തേ യജന്തി ത്വന്മയാസ്ത്വാം വൈ ബഹുമൂർത്തേകമൂർത്തികം ത്വാമേവാന്യേ ശിവോക്തേന മാർഗേണ ശിവരൂപിണം ബഹ്വാചാര്യവിഭേദേന ഭഗവൻ സമുപാസത്തെ സർവ ഏവ യജന്തി ത്വാം സർവദേവമയേശ്വരം യേപ്യന്യദേവതാ ഭക്താ യദ്യപ്യന്യധിയഃ പ്രഭോ യദാദ്രിപ്രഭവാ നദ്യഃ പർജന്യാപൂരിതാഃ പ്രഭോ വിശന്തി സർവദഃ സിന്ധും തദ്വത് ത്വാം ഗതയോന്തതഃ സത്വം ഗജസ്തമ ഇതി ഭവതഃ പ്രകൃതേർഗുണാഃ തേഷു ഹി പ്രാകൃതാ പ്രോതാ അബ്രഹ്മസ്ഥാവരാദയഃ തുഭ്യം നമസ്തേസ്തു അവിഷക്തദൃഷ്ടയേ സർവാത്മനെ സർവദിയാം ച സാക്ഷിണേ ഗുണപ്രവാഹോയമവിദ്യയാ കൃതഃ പ്രവർത്തതേ ദേവ നൃതിര്യകാത്മസു അഗ്നിർമുഖം തേ അവനിരംഗ്രിരീക്ഷണം സൂര്യോ നഭോ നാഭിരഥോ ദിശശ്രുതിഃ ദ്യൗകം സുരേന്ദ്രാസ്തവ ബാഹവോർണവാഃ കുക്ഷിർമരുത് പ്രാണബലം പ്രകൽപ്പിതം രോമാണി വൃക്ഷൗഷധയഃ ശിരോരുഹ മേഘാ പരസ്യാസ്തി നഖാനി തേദ്രയഃ നിമേഷണം രാത്ര്യഹനീ പ്രജാപതിഃ മേഢ്രസ്തു വൃഷ്ടിസ്തവ വീര്യമിഷ്യത്തെ ത്വയി അവ്യയാത്മൻ പുരുഷേ പ്രകൽപ്പിതാ ലോകാഃ സപാലാ ബഹുജീവസങ്കുലാഃ യദാ ജലേ സഞ്ചിഹതേ ജലൗകസോऽപി ഉദുംബരേ വാമശകാ മനോമയേ യാനി യാനീഹ രൂപാണി ക്രീഡനാർത്ഥം ബിഭർഷിഃ തൈരാമൃഷ്ടശുചോ ലോകാ മുദാ ഗായന്തി തേ യശഃ നമഃ കാരണമത്സ്യായ
പ്രളയാബ്ദിചരായ ച ഹയശീർഷ്ണേ നമസ്തുഭ്യം മധുകൈടഭമൃത്യവേ അകൂപാരായ ബൃഹത്തെ നമോ മന്ദരധാരിണേ ചിത്യുദ്ധാരവിഹാരായ നമഃ സൂകരമൂർത്തയേ നമസ്തേ അദ്ഭുതസിംഹായ സാധുലോകഭയാപഹ വാമനായ നമസ്തുഭ്യം ക്രാന്തത്രിഭുവനായ ച നമോ ഭൃഗൂണാം പതയേ ദൃപ്തക്ഷത്രവനച്ഛിദേ നമസ്തേ രഘുവർയായ രാവണാന്തകരായ ച നമസ്തേ വാസുദേവായ നമഃ സംകർഷണായ ച പ്രദ്യുമ്നായ അനിരുദ്ധായ സാത്വതാം പതയേ നമഃ നമോ ബുദ്ധായ ശുദ്ധായ ദൈത്യദാനവമോഹിനി മ്ലേച്ഛപ്രായ ക്ഷത്രഹന്ത്രേ നമസ്തേ കൽക്കിരൂപിണേ ഭഗവൻ ജീവലോകോയം മോഹിതസ്തവ മായയാ അഹം മമേത്യസദ്ഗ്രാഹോ ഭ്രാമ്യതേ കർമ്മവത്മസു അഹം ചാത്മാത്മജാകാരധാരാർത്ഥസ്വജനാദിഷു ഭ്രമാമി സ്വപ്നകൽപേഷു മൂഢഃ സത്യധിയാ വിഭോ അനിത്യാനാത്മദുഃഖേഷു വിപര്യയമതിർഹ്യഹം ദ്വന്ദ്വാരാമസ്തമോവിഷ്ടോ ന ജാനേ ത്വാത്മന പ്രിയം യഥാ ബുധോ ജലം ഹിത്വാ പ്രതിച്ഛന്നം തദുദ്ഭവൈഃ അഭ്യേതി മൃഗതൃഷ്ണാം വൈ തദ്വത്വാഹം പരാങ്മുഖഃ നോത്സഹേഹം കൃപണധീഃ കാമകർമ്മഹദം മനഃ रोद्धुं പ്രമാദിഭിശ്ചാക്ഷൈഃ ഹ്രിയമാണമിതസ്തതഃ സോഹം തവാംഗ്രി ഉപഗതോऽസ്മ്യവത് അസദാം ദുരാപം തച്ചാപ്യഹം ഭവദനുഗ്രഹ ഈശമന്യേ പുംസോ ഭവേദ്യർഹി സംസരണാപവർഗസ്ത്വയ്യബ്ജനാഭ സദുപാസനയാ മതി സ്യാത് നമോ വിജ്ഞാനമാത്രായ സർവപ്രത്യയഹേതവേ പുരുഷേശ പ്രധാനായ ബ്രഹ്മണേ അനന്തശക്തയേ നമസ്തേ വാസുദേവായ സർവഭൂതക്ഷയായ ച ഹൃഷീകേശ നമസ്തുഭ്യം പ്രപന്നം പാഹി മാം പ്രഭോ ഹരി ഓം ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ അക്രൂരസ്തുതിർനാമ ചത്വാരിംശത്തമോऽധ്യായഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഭാഗവതം ദശമസ്കന്ധം 40-ാം അധ്യായം. അക്രൂരകൃത ഭഗവത് സ്തുതി. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കംസന്റെ ദൂതനായി രാമകൃഷ്ണന്മാരെ മധുരാപുരിയിലേക്ക് രഥത്തിൽ ആനയിച്ചു കൊണ്ടുപോകുന്ന അക്രൂരൻ മധ്യേ യമുനാ നദിയിൽ ഇറങ്ങുന്നതും രാമകൃഷ്ണന്മാർ കാലും മുഖം കഴുകി രഥത്തിൽ തന്നെ തിരിച്ചിരിക്കുന്നതും അക്രൂരൻ കുളിക്കാനായി മുങ്ങിയതായിട്ടുള്ള സമയത്ത് ജലത്തിൻ്റെ അന്തർഭാഗത്ത് രാമകൃഷ്ണന്മാരെ കാണുന്നതും അപ്പോൾ അതിശയിച്ച് പൊങ്ങി രഥത്തിലേക്ക് നോക്കിയപ്പോൾ രാമകൃഷ്ണന്മാർ അവിടെ തന്നെ ഇരിക്കുന്നവരായും കണ്ടിട്ട് വീണ്ടും ഒന്നുകൂടെ മുങ്ങിയതായിട്ടുള്ള സമയത്താണ് അക്രൂരന് വൈകുണ്ഠ ദർശനം. ആദിശേഷ മെത്തയും അതിന്മേൽ കുടികൊള്ളുന്ന നാരായണമൂർത്തിയും. ആ ദർശനത്തിൽ ഭക്തിപരവശനായി അക്രൂരൻ ചെയ്ത സ്തുതിയാണ് 40-ാം അധ്യായം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ ആ പരമതത്വഭാവങ്ങളും ജഗത് കാരണ അഥവാ ഈശ്വര ഭാവങ്ങളും എല്ലാം സ്തുതിച്ചു. അങ്ങനെ ജഗത് രക്ഷയ്ക്കായിക്കൊണ്ട് ഭഗവാൻ വിവിധ അവതാരങ്ങൾ എടുക്കുന്നതിനെക്കുറിച്ചും സ്തുതിച്ചു. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിരാട് പുരുഷനായി സ്തുതിച്ച ശേഷം ആ വിരാട് പുരുഷനിൽ നിന്ന്
ലോകരക്ഷയ്ക്കായി എല്ലാവരുടെയും കണ്ണുനീർ തുടയ്ക്കാനായിക്കൊണ്ട് ഉണ്ടാകുന്ന ഭഗവാന്റെ അവതാരങ്ങൾ ആ കാരണമത്സ്യായ ഹയശീർഷ്ണെ, അതുപോലെ മന്ദരധാരിണി ബൃഹത്തെ അകൂപാരായ, അതുപോലെ തന്നെ സൂകരമൂർത്തിയായി ഭൂമിയെ ഉദ്ധരിച്ചവനായിക്കൊണ്ട് നമസ്കാരം. അതുവരയ്ക്കുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ കണ്ടത്. വരാഹമൂർത്തിയെ വരെ സ്തുതിച്ചു. ഇനി തുടർന്ന് ഭഗവാന്റെ വാമനാവതാരം, നരസിംഹാവതാരം, പരശുരാമാവതാരം, ശ്രീരാമാവതാരം മുതലായ അവതാരങ്ങളെക്കുറിച്ച് സ്തുതിക്കുന്നു. അത് കഴിഞ്ഞ് ആ സ്തുതിയുടെ സമർപ്പണത്തിൽ ഒരു 4 ശ്ലോകങ്ങളിൽ തന്നെ സംസാര സാഗരത്തിൽ നിന്ന് അല്ലെങ്കിൽ സംസാരമാകുന്ന വനത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോടുകൂടി ഭഗവാനെ നമസ്കരിച്ചുകൊണ്ടാണ് ഈ സ്തോത്രം അവസാനിക്കുന്നത്. നമുക്ക് 19-ാം ശ്ലോകം മുതൽ കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ദശമസ്കന്ധേ 40-തമോധ്യായഃ. അക്രൂര ഉവാച. 19-ാം ശ്ലോകം. നമസ്തേ അദ്ഭുതസിംഹായ സാധുലോകഭയാപഹ വാമനായ നമസ്തുഭ്യം ക്രാന്തത്രിഭുവനായ ച. നമസ്തേ അത്ഭുതസിംഹായ സാധുലോകഭയാപഹ വാമനായ നമസ്തുഭ്യം ക്രാന്തത്രിഭുവനായ ച. 2 വരികളിൽ ഭഗവാന്റെ 2 അവതാരങ്ങൾ. ആദ്യത്തെ വരിയിൽ ഭഗവാനെ അത്ഭുതസിംഹായ നമഃ എന്ന് പറഞ്ഞു. അത്ഭുതമായിട്ടുള്ള നരസിംഹമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം. നമസ്തേ അത്ഭുതസിംഹായ. എന്തിനായിട്ടാണ് ഭഗവാന്റെ ഈ അത്ഭുതമായിട്ടുള്ള നരസിംഹാവതാരം? സാധുലോക ഭയാപഹ എന്ന് ഭഗവാനെ സംബോധന ചെയ്യണം. അല്ലയോ സാധുലോക ഭയാപഹ, സാധുലോകങ്ങളുടെ, സാധുക്കളായവരുടെ ഭയങ്ങളെ അപഹരിക്കാൻ, നീക്കിക്കളയാനായിക്കൊണ്ട് ആണ് അങ്ങ് അത്ഭുത സിംഹരൂപം ധരിച്ചത്. പ്രഹ്ലാദൻ എന്ന ആ സാധുവിൻ്റെ, അദ്ദേഹത്തിന് ഭയമില്ല എങ്കിലും അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള പീഡകൾ എല്ലാം ശമിപ്പിക്കാനായിക്കൊണ്ട് അങ്ങ് അത്ഭുതമായിട്ടുള്ള സിംഹരൂപം ധരിച്ചു, നരസിംഹാകാരം ധരിച്ചു. ലോകത്തിന് മുഴുവൻ അത് രക്ഷയായി തീർന്നു. എല്ലാ ദേവന്മാരും ഋഷീശ്വരന്മാരും ഒക്കെ ഹിരണ്യകശിപുവിനെ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ലോകത്തിന്റെ മുഴുവൻ ഭയരൂപമായിരുന്ന ഹിരണ്യകശിപുവിനെ വധിച്ച് ആ ഭയത്തെ അപഹരിച്ചവനായ അത്ഭുത സിംഹമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം. വാമനായ നമസ്തുഭ്യം ക്രാന്ത ത്രിഭുവനായ ച. വാമനായ തുഭ്യം നമഃ. വാമനനായി അവതരിച്ചതും അങ്ങ് തന്നെ, അങ്ങേക്ക് നമസ്കാരം. വാമനൻ എന്നാൽ ചെറിയ ശരീരം, ഉയരം കുറഞ്ഞ കുള്ളൻ എന്നാണ് വാമന ശബ്ദത്തിന് അർത്ഥം. അപ്പോൾ ചെറിയ ശരീരമെടുത്ത് വന്നു. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്തു? ത്രിഭുവനങ്ങളെയും ക്രമിച്ചു. ക്രമിക്കപ്പെട്ടത് ക്രാന്തം. എന്തിനെയാണ് ക്രമിച്ചത്? ത്രിഭുവനങ്ങളെ. അപ്പൊ 3 ലോകങ്ങളെയും ക്രമിച്ചവൻ, 3 ലോകങ്ങളെയും പാദവിക്ഷേപം ചെയ്തവൻ. പാദവിക്ഷേപേ. ക്രമിക്കുക എന്ന ധാതുവിന് പാദവിക്ഷേപം എന്നാണ് അർത്ഥം. അപ്പോ 3 ലോകങ്ങളെയും തന്റെ പാദങ്ങളെ കൊണ്ട് അളന്നവൻ, 2 പാദങ്ങളെ കൊണ്ട് തന്നെ അളന്നവനാണ് ക്രാന്ത ത്രിഭുവനായ ച. അതുകൊണ്ട് ത്രിവിക്രമൻ എന്നും ഭഗവാന് പേര്. അപ്പൊ വാമനായ നമസ്തുഭ്യം, ത്രിവിക്രമായ തേ നമഃ എന്നും കൂടി അർത്ഥം. ഇവിടെ ക്രാന്ത ത്രിഭുവനായ എന്ന് പറയുമ്പോൾ ത്രിവിക്രമായ നമഃ, 3 കാലടികൾ കൊണ്ട് എല്ലാം അളന്നവൻ എന്നാണ് ത്രിവിക്രമൻ എന്ന വാക്കുകൊണ്ട് അർത്ഥം. വാസ്തവത്തിൽ ഭഗവാൻ എപ്പോഴും നമ്മുടെ 3 ലോകങ്ങളെ അളന്നുകൊണ്ട് തന്നെ അതിനെയൊക്കെ വ്യാപിച്ച് അതിനേക്ക് അപ്പുറത്തേക്കും കടന്ന് നിൽക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആത്മസ്വരൂപനായി നമ്മുടെ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം, ഇങ്ങനെയുള്ള 3 ഭുവനങ്ങളെയും
അളന്ന് അതിക്രമിച്ച് എന്ന് വെച്ചാൽ മൂന്ന് അവസ്ഥകളിലും 3 ശരീരങ്ങളിലും സാക്ഷിയായി വ്യാപിച്ച് അതിനപ്പുറത്തേക്ക് തുര്യൻ എന്ന ഭാവത്തിൽ കടന്നു നിൽക്കുന്നവനാണ് ഈ ത്രിവിക്രമൻ. അപ്പൊ എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നവൻ, നമ്മുടെ 3 അവസ്ഥകൾക്കും സാക്ഷിയായിരിക്കുന്നവൻ, വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആ 3 അവസ്ഥകൾക്കും സാക്ഷിയായിരിക്കുന്ന ഭാവം. വാമനായ നമസ്തുഭ്യം ക്രാന്ത ത്രിഭുവനായ ച. നമോ ഭൃഗൂണാം പതയേ ദൃപ്തക്ഷത്രവനച്ഛിതേ നമസ്തേ രഘുവർയായ രാവണാന്തകരായ ച. നമോ ഭൃഗൂണാം പതയേ ദൃപ്തക്ഷത്രവനച്ഛിതേ നമസ്തേ രഘുവർയായ രാവണാന്തകരായ ച. ഭൃഗൂണാം പതയേ നമഃ. ഭൃഗുവംശത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ അങ്ങേക്ക് നമസ്കാരം. ഭൃഗുവംശത്തിൽ ജനിച്ചതുകൊണ്ടാണ് ഭാർഗവരാമൻ എന്ന് പേര്. അപ്പൊ ഭാർഗവരാമനായിക്കൊണ്ട് നമസ്കാരം. ആ ഭാർഗവരാമൻ എന്താ ചെയ്തത്? അതിനെ സംബോധനയായിട്ട്, അല്ലെങ്കിൽ അത് ചതുർത്ഥി തന്നെയാണ്. ദൃപ്തക്ഷത്രവനച്ഛിതേ നമഃ. ക്ഷത്രം എന്ന് പറഞ്ഞാൽ ക്ഷത്രിയന്മാര്, രാജാക്കന്മാര്, അവരൊക്കെ തൃപ്തരായിരുന്നു. ആ കാലത്ത് വളരെയധികം ഗർവം കൊണ്ട്, അഹങ്കാരം കൊണ്ടും മതിച്ചവരായിരുന്നു. അവരവരുടെ ധർമ്മം വെടിഞ്ഞ് താന്തോന്നികളായി മാറി. അങ്ങനെയുള്ള തൃപ്തന്മാരായ ക്ഷത്രങ്ങളാകുന്ന വനത്തെ അവരെ ഒരു വനം പോലെ ഉപമിച്ചിരിക്കുകയാണ്. ഒരു കാടുപോലെ തഴച്ചു വളർന്നിരിക്കുന്നു, ഭയങ്കരന്മാരായി തീർന്നിരിക്കുന്നു. അങ്ങനെയുള്ള ആ കാട്ടിനെ ഛേദിച്ചവനാണ് അല്ലേ ആ പരശുരാമൻ. ഭഗവാന്റെ കയ്യിലുള്ള ആയുധം പോലെ തന്നെ ഭഗവാൻ സ്വയം ഈ ലോക ദുഷ്ടന്മാരായിട്ടുള്ള ക്ഷത്രിയന്മാരുടെ വനത്തെ മുഴുവൻ തൻ്റെ അവതാരം കൊണ്ട്, തൻ്റെ കയ്യിലുള്ള ആയുധമായ മഴുകൊണ്ട്, പരശുകൊണ്ടെല്ലാം ഛേദിച്ച് കളഞ്ഞു. ആ വൃക്ഷങ്ങളെയൊക്കെ വെട്ടി നിരത്തി 21 വട്ടം ഭൂമിയിലെ ക്ഷത്രിയന്മാരെ ഉന്മൂലനം ചെയ്തു. അങ്ങനെ തൃപ്തക്ഷത്രവനച്ഛിതേ ഭൃഗൂണാം പതയേ നമഃ രഘുവർയായ നമഃ. രഘുവംശത്തിൽ വര്യൻ, രഘുവംശത്തിൽ വെച്ച് ശ്രേഷ്ഠനായ രാഘവനായിക്കൊണ്ട് നമസ്കാരം. ആ രാഘവൻ എന്താ ചെയ്തത്? രാവണന് അന്തം ഉണ്ടാക്കി. രാവണ അന്ധകരായ രാവണന് അന്തത്തെ ചെയ്തവനായിക്കൊണ്ട്, രാവണനെ വധിച്ചവനായ ആ രാഘവനായിക്കൊണ്ട്, രഘുവര്യനായിക്കൊണ്ട് നമസ്കാരം. ശ്രീരാമനായി അവതരിച്ച് രാവണാദി ദുഷ്ടന്മാരെ നിഗ്രഹിച്ച രാമന് ആ രാമരൂപത്തിൽ വന്ന അങ്ങേക്ക് നമസ്കാരം. നമസ്തേ വാസുദേവായ നമഃ സംകർഷണായ ച പ്രദ്യുമ്നായ അനിരുദ്ധായ സാത്വതാം പതയേ നമഃ. നമസ്തേ വാസുദേവായ നമഃ സംകർഷണായ ച പ്രദ്യുമ്നായ അനിരുദ്ധായ സാത്വതാം പതയേ നമഃ. വാസുദേവായ നമഃ, സംകർഷണായ നമഃ, പ്രദ്യുമ്നായ നമഃ, അനിരുദ്ധായ നമഃ, സാത്വതാം പതയേ നമഃ. ഭഗവാന് ഇവിടെ 5 ഭാവങ്ങളിൽ ഭഗവാനെ നമസ്കരിക്കുന്നു. വാസുദേവായ നമഃ. ഒരർത്ഥത്തിൽ വസുദേവപുത്രനായ വാസുദേവന് നമസ്കാരം. മറ്റൊരർത്ഥത്തിൽ എല്ലാറ്റിലും വസിക്കുന്നവനായ വാസുദേവന് നമസ്കാരം. വസന്തി അസ്മിൻ സർവമിതി. അവനിൽ എല്ലാം വസിക്കുന്നു. അപ്പൊ എല്ലാറ്റിൻ്റെയും വാസസ്ഥാനമായവന്, എല്ലാറ്റിൻ്റെയും അയനമായവന് നാരായണന് നമസ്കാരം. വാസുദേവൻ തന്നെയാണ് നാരായണൻ അല്ലേ? നാരങ്ങൾക്കെല്ലാം അയനമായവൻ എന്ന് വെച്ചാൽ ഈ ജഗത്തിന് മുഴുവൻ ആശ്രയമായവൻ നാരായണൻ. വസന്തി അസ്മിൻ സർവമിതി എന്ന് പറയുമ്പോഴും എല്ലാം അവനിൽ വസിക്കുന്നു എന്ന് പറയുമ്പോഴും നാരായണൻ തന്നെയാണ്. അപ്പൊ നാരായണനും വാസുദേവനും ഒരേ അർത്ഥത്തിലുള്ള ശബ്ദങ്ങൾ തന്നെയാണ്. ഇനി വസനാത് ദ്യോതനാത് വാസുദേവ, എല്ലാറ്റിലും വസിച്ച് എല്ലാറ്റിനെയും ചൈതന്യവത്താക്കി തീർക്കുന്ന സച്ചിദാനന്ദം ബ്രഹ്മം, പ്രപഞ്ച കാരണമായ ജഗത് കാരണമായ ബ്രഹ്മം വാസുദേവൻ. മറ്റൊരർത്ഥത്തിൽ സ്ഥിതികർത്താവായ വിഷ്ണു വാസുദേവൻ.
എല്ലാറ്റിനെയും നിലനിർത്തുന്നവനാണ് വാസുദേവൻ വിഷ്ണു. അതേ വാസുദേവൻ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും അന്ധക്കരണത്തിൽ, ചിത്തത്തിൽ, നമ്മുടെ സ്മൃതികളെ, നമ്മുടെ അറിവിനെ നിലനിർത്തുന്നത്. നമ്മുടെ എല്ലാ ഇന്ന് വരെ ആർജിച്ചതായിട്ടുള്ള അറിവുകളെയൊക്കെ നിലനിർത്തുന്നതായിട്ടുള്ള ശക്തിയാണ് ആ ജ്ഞാനസ്വരൂപനായ വാസുദേവ ശക്തി, ബോധസ്വരൂപമായ വാസുദേവ ശക്തി. അപ്പം അങ്ങനെ വാസുദേവന് ഒരുപാട് തലങ്ങളിലുള്ള അർത്ഥങ്ങളുണ്ട്. വാസുദേവായ നമഃ, സംകർഷണായ നമഃ. സംകർഷണൻ ആദിശേഷൻ, ഈ ലോകങ്ങളെ മുഴുവൻ തൻ്റെ ശിരസിൽ താങ്ങി നിർത്തി എല്ലാറ്റിനെയും ഏകോപിപ്പിച്ച് നിർത്തുന്നതായിട്ടുള്ള സംകർഷണൻ എന്ന ആദിശേഷന് നമസ്കാരം. ആ ആദിശേഷൻ തന്നെയാണ് ബലരാമസ്വാമിയായി അവതരിച്ചത്. ആ ആദിശേഷൻ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അഹങ്കാരത്തിൻ്റെ അധിഷ്ഠാന ദേവതയായി നമ്മളെ ഉത്തരവാദിത്വ ബോധമുള്ളവരായി, കർത്തൃത്വ ബുദ്ധിയുള്ളവരായി നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തെ ഓരോരുത്തരുടെയും കർത്തൃത്വ ബോധം അഥവാ കർത്തവ്യ ബുദ്ധിയാണ്. നമ്മളൊക്കെ ഓരോരുത്തരും ഡ്യൂട്ടി കോൺഷ്യസ് ആയതുകൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ ഡ്യൂട്ടികളെ മറന്നാലോ, എനിക്കൊരു ഡ്യൂട്ടി ഇല്ല എന്ന് ചിന്തിച്ചാൽ ഈ ലോകം ഡിസിൻറ്റഗ്രേറ്റഡ് ആവും. ഇതിപ്പോ ഇങ്ങനെ നിലനിൽക്കുന്നത് ഈ ലോകത്തിന്റെ ഓരോ തൂണുകളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഡ്യൂട്ടികൾ ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരും അതിൽ നിന്ന് വിമുഖരായി കഴിഞ്ഞാൽ, നമ്മുടെ കർത്തൃത്വ ബുദ്ധി പോയി കഴിഞ്ഞാൽ, എനിക്ക് കർത്തവ്യമൊന്നുമില്ല എന്നുള്ള തത്വം സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അജ്ഞാനം കൊണ്ട് അങ്ങനെ ചെയ്യാതിരുന്നാൽ, രണ്ടു തലത്തില് ഒരാൾ അജ്ഞാനം കൊണ്ട് മടിയനായിക്കൊണ്ട് ഒന്നും ചെയ്യാതിരിക്കാം, മറ്റൊരാൾ ജ്ഞാനം കൊണ്ട് തനിക്കൊന്നും ചെയ്യാനില്ല, താൻ പരിപൂർണനാണ് എന്നുള്ള അറിവ് കൊണ്ട് ഒന്നും ചെയ്യാതിരിക്കാം. ഇങ്ങനെ എല്ലാവരും, ഈ ലോകത്തിലുള്ള എല്ലാവരും ഈ രണ്ടു തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒന്നും ചെയ്യാതായി കഴിഞ്ഞാൽ ഈ ലോകം നിലനിൽക്കില്ല എന്നൊക്കെ. മനുഷ്യന്മാർ മാത്രം വിചാരിച്ചാൽ പോരാ, സകല ജീവരാശികളിലും അഹങ്കാരമുണ്ട്. ഏതൊരു ജന്തുവും അതിൻ്റെ കുട്ടികളെ പ്രസവിക്കുകയും അതിനെ പാലൂട്ടുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഈ അഹങ്കാര മമതകൾ ഉള്ളതുകൊണ്ടാണ്. അതല്ലെങ്കിൽ ആ വംശം നിലനിൽക്കുകയില്ല. അവർക്ക് ആ ഒരു ഉള്ളിൽ ഈശ്വരൻ ആ സൃഷ്ടിയുടെ ആവശ്യത്തിനായിക്കൊണ്ട് മായ കൊണ്ട് ഈ അഹങ്കാരം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്, നിറച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് പലതരത്തിലുള്ള അഭിമാനം എല്ലാ ജന്തുക്കൾക്കുണ്ട്, അല്ലേ? ഓരോ ജന്തുക്കളും അവരവരുടേതായിട്ടൊരു ഭൂമിയെ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് വേറെ ആരും കയറി വരാൻ പാടില്ല, ഇത് എൻ്റെ സാമ്രാജ്യമാണ്. അത് പട്ടികൾക്കുണ്ട്, പശുക്കൾക്കുണ്ട്, പക്ഷികൾക്കുണ്ട്, ആനയ്ക്കുണ്ട്, മറ്റ് ജന്തുക്കൾക്ക് എല്ലാറ്റിനും ഉണ്ട് അവരുടേതായിട്ടുള്ളൊരു സാമ്രാജ്യം. അതിൽ അവരോട് വിധേയത്വമുള്ളവർ മാത്രം നിന്നുപോയാൽ മതി. അവർക്ക് തുല്യന്മാരായിട്ടോ അതിനേക്കാൾ എതിർത്തുകൊണ്ടോ നിൽക്കുന്നവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഇത് പ്രകൃതിയിലുള്ള ഒരു നിയമമാണ്. അപ്പം എല്ലാവർക്കും ആ ഒരു എൻ്റെ വീട്, എൻ്റെ സാമ്രാജ്യം എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ചിന്ത ഉണ്ട്. നമ്മുടെ ഈ നായ്ക്കൾ മുഴുവൻ മൂത്രമൊഴിച്ചുകൊണ്ട് നടക്കുന്നത് അതിൻ്റെ ഒരു കാരണം കൊണ്ടാണ്. ഒന്ന് അതിൻ്റെ സാമ്രാജ്യമാണെന്ന് ഉറപ്പിക്കലാണ്, മറ്റൊന്ന് വഴി എവിടെയെങ്കിലും ദൂരേക്ക് പോകുമ്പോൾ അതിന് വഴി അറിയാനും അത് സഹായിക്കും. ദൂരേക്ക് അത് പോകുമ്പോൾ വഴിയിലൊക്കെ എവിടെയെങ്കിലും ഒരു മൈൽ സ്റ്റോണിൽ, സ്ഥാവരത്തിൽ എവിടെയെങ്കിലും അത് മൂത്രമൊഴിക്കും. തിരിച്ചു വരുമ്പോൾ മണത്താണ് അത് വഴി കണ്ടുപിടിക്കുക. മറ്റൊരു ഇതിൽ അതിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ബൗണ്ടറീസ് വേറെ ആരും കയറി വരാതിരിക്കാനായിക്കൊണ്ട് അതിർകല്ലുകൾ പോലെ പലയിടത്തും അത് മൂത്രമൊഴിച്ചു വയ്ക്കും. അതാണ് മറ്റൊരു നായ വന്ന് അത് മണത്തിട്ട് അതിൻ്റെ മുകളിൽ മൂത്രമൊഴിക്കും. നമ്മുടെയൊക്കെ സ്വഭാവം തന്നെ.
മറ്റുള്ളവരുടെ മേലെ ആധിപത്യം നേടാനായിക്കൊണ്ടുള്ള ഒരു ശ്രമം എല്ലാ ജന്തുക്കളിലും ഉണ്ട്. സൂക്ഷ്മമായിട്ടാണ് നമ്മളത് ഒബ്സർവ് ചെയ്യണം, ഓരോ ജന്തുക്കളെ എങ്ങനെയാണത് പ്രകടിപ്പിക്കുന്നത് എന്ന്. അപ്പം എല്ലാവരിലും എന്തുണ്ട്? അഹന്ത മമതകളുണ്ട്, ജന്തുക്കളിലും ഉണ്ട്. അതുകൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും അഹന്ത ഉള്ളത് ഓരോരുത്തരുടെയും ശിരസ്സാണ് ആദിശേഷന്റെ ശിരസ്, അനന്തങ്ങളായ ശിരസ്. ആ ശിരസ്സിലാണ് ഈ ലോകം നിലനിൽക്കുന്നത്. അതായത് എന്റെയും നിങ്ങളുടെയും ഒക്കെ തലയിലാണ് ഈ ലോകം നിലനിൽക്കുന്നത് എന്നർത്ഥം. നമ്മളെല്ലാവരും കൂടി ചേർന്നാലാണ് ആദിശേഷനാകുന്നത്. സമഷ്ടി അഹങ്കാരം, അതിനൊരു രൂപം കൊടുത്താൽ അതാണ് ആദിശേഷൻ. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള കർത്തൃത്വ ബുദ്ധിയായ അഹങ്കാരത്തെ നിലനിർത്തുന്നത് സംഘർഷണമൂർത്തിയാണ്. അവിടെ അഹങ്കാരം എന്നുള്ളതിനെ നമ്മൾ വല്ലാത്തൊരു പ്രൈഡായിട്ടോ അല്ലെങ്കിൽ ഗർവമായിട്ടോ അല്ല ഈ അർത്ഥം. ഇതൊരു കർത്തൃത്വ ബുദ്ധി, ഡ്യൂട്ടി കോൺഷ്യസ്നസ്, റെസ്പോൺസിബിലിറ്റി, ഒരു ഐഡന്റിറ്റി, ഈ അർത്ഥത്തിലാണ് ഇവിടെ അഹങ്കാരം. അത് ഈശ്വര സൃഷ്ടമാണ്. ഈശ്വര സൃഷ്ടമായ അഹങ്കാരം അത് നമ്മൾക്ക് നശിപ്പിക്കാനാവില്ല. അതിനെ എന്താ പറയുക, അതിന് ഡ്യൂട്ടികളില്ലാതെ ആവാം. പക്ഷെ അപ്പോഴും ഉള്ളിൽ അതിൻ്റെ സൂക്ഷ്മരൂപത്തിൽ അത് ശയിച്ചിരിക്കും. എനിക്ക് ഡ്യൂട്ടികളൊന്നും ഇല്ല എന്നുള്ള ഒരു ബോധം, അതാണ് ആ ജീവൻ മുക്തന്മാർക്ക്, ജ്ഞാനികൾക്കുള്ളതായിട്ടുള്ള ഭാവം. പക്ഷെ ഈ ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ ഈ ലോകത്തിൽ എന്തെങ്കിലും വ്യവഹാരം ചെയ്യണമെങ്കിൽ അത് വേണ്ട പോലെ അർത്ഥവത്താവണമെങ്കിൽ എന്ന് വെച്ചാൽ പ്രയോജനപ്പെടണമെങ്കിൽ അതിലൊരു അഭിമാനം അഥവാ ഈ പറഞ്ഞ അഹങ്കാരം വേണം. ഒരാൾ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അയാൾക്ക് ഉത്തരം കൊടുക്കണം, അത് അയാൾക്ക് മനസ്സിലാവണം എന്നുള്ള ചിന്ത ഉള്ളവരെ ഉത്തരം കൊടുക്കുകയുള്ളൂ, മനസ്സിലാവുന്ന ഭാഷയിൽ ഉത്തരം കൊടുക്കുകയുള്ളൂ. ഭ്രാന്തന്മാർ ഉത്തരം കൊടുക്കാറില്ല. ചിലപ്പോൾ മാറി എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്നും വരും. അവർക്ക് അത്ര പോലും അഹങ്കാരം ഇല്ല, കർത്തൃത്വ ബുദ്ധി ഇല്ല, കടമയില്ല, ഡ്യൂട്ടി കോൺഷ്യസ് അല്ല. അവരെ കൊണ്ടല്ല ഈ സമൂഹം നിലനിൽക്കുന്നത്. അവധൂതന്മാരോ ഭ്രാന്തന്മാരോ അതുപോലെയുള്ള ആളുകൾ അവർ ഈ ലോകത്തിനോട് ഒരു തരത്തിലുള്ള കടപ്പാടോ ബന്ധനമോ ഉത്തരവാദിത്വമോ ഇല്ലാത്തവരാണ്. അവരവരുടെ ശരീരത്തിൻ്റെ ആയുസ് പ്രാരബ്ധം കഴിയുന്നതുവരെ ഇവിടെ കാണും. അവരിൽ നിന്ന് മറ്റുള്ളവർക്ക് പല ഗുണവും ദോഷവും ഒക്കെ ഉണ്ടാവാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അവരെ ലോകം നിലനിർത്തിയിരിക്കുന്നത്, ഈശ്വര തത്വം നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സംഘർഷണായ സംഘർഷണായി സമ്യക്കായി കർഷിച്ച് നിർത്തുന്നത്, എല്ലാറ്റിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിർത്തുന്നത്, ഏകോപിപ്പിച്ച് നിർത്തുന്ന ശക്തിയാണ് സംഘർഷണൻ. സംഘർഷണൻ പിടിവിട്ടാൽ എല്ലാം ഡിസിൻറ്റഗ്രേറ്റഡ് ആകും. ചിന്തിക്കുക. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലും സംഘർഷണമൂർത്തിയുടെ അനുഗ്രഹം വേണ്ട പോലെ ഉണ്ടാവട്ടെ, വേണ്ട പോലെ ഉണ്ടാവട്ടെ. പ്രദ്യുമ്നായ നമഃ. പ്രദ്യുമ്നൻ നമ്മുടെ ഓരോരുത്തരുടെയും ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന ശക്തിയാണ്, ഈശ്വര ചൈതന്യാംശമാണ്, കാമദേവനാണ് അല്ലേ? കാമദേവന്റെ അവതാരമാണ്, ഭഗവാന്റെ അംശമാണ് കാമദേവൻ. ഭഗവാന്റെ തന്നെ വിഭൂതിയാണ് കാമദേവൻ. ആ കാമം എന്നുള്ളത് ഈ ലോകം നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ളൊരു ഗുണം തന്നെയാണ്. അത് നെഗറ്റീവാവുന്നത് അധാർമികമായ കാമങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ധാർമ്മികമായ കാമം ഭഗവാൻ തന്നെയാണെന്ന് ഭഗവാൻ പറയുന്നു. ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി പരദർശഭ. ഭഗവത്ഗീത 7-ാം അധ്യായത്തില്
ഭഗവാൻ പറയുന്നു, ധർമ്മ അവിരുദ്ധ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. അല്ലയോ അർജുന, ഭൂതേഷു കാമഹ അഹമസ്മി. ഭൂതങ്ങളിലെ കാമം ഞാനാകുന്നു. എങ്ങനെയുള്ള കാമം? ധർമ്മ അവിരുദ്ധ. ധർമ്മ അവിരുദ്ധമായിട്ടുള്ള കാമം. ധർമ്മവിരുദ്ധമായിട്ടുള്ള കാമമല്ല. ധർമ്മവിരുദ്ധമായിട്ടുള്ള കാമമാണ് നെഗറ്റീവ് എന്ന് നമ്മൾ പറയുന്നു. ലോകത്തിന് ദോഷകരമായിട്ടുള്ളത്, അവനവനും ഹാനികരമായിട്ടുള്ളതാണ്, ലോകത്തിനും നാശകരമായിട്ടുള്ളതാണ് ധർമ്മവിരുദ്ധമായിട്ടുള്ള കാമങ്ങൾ. ധാർമ്മികമായ കാമങ്ങൾ ഈ ലോകത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് സഹായിക്കുന്നതാണ് ധാർമ്മികങ്ങളായ കാമങ്ങളെല്ലാം. ഒരാൾക്ക് കല്യാണം കഴിക്കണം എന്നുള്ളത് ധാർമ്മികമായിട്ടുള്ള കാമമാണ്. സന്തതികൾ ഉണ്ടാവണം, ധാർമ്മികമായിട്ടുള്ള കാമമാണ്. അതുകൊണ്ടാണ് ഈ ലോകം നിലനിന്ന് പോകുന്നത്. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം, മറ്റു തരത്തിലുള്ളതായിട്ടുള്ള സാത്വികങ്ങളായ കാര്യങ്ങൾ, കലകൾ ഒക്കെ അഭ്യസിക്കണം, അത് ആസ്വദിക്കണം. സംഗീതം, നൃത്തം, നാടകം, ഇങ്ങനെയുള്ളതിലൊക്കെ താല്പര്യം, ഇതൊക്കെ നല്ലതാണ്, ഇതൊക്കെ സാത്വികമാണ്. ഇതിലൊന്നും ദോഷമില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാമം ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ സൃഷ്ടിയാണ്. ഭഗവാന്റെ പുത്രഭാവത്തിൽ പ്രദ്യുമ്നായിട്ട്, രുക്മിണി പുത്രനായിട്ട് ഇരിക്കുന്നു. നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത്, നമ്മുടെ ബുദ്ധിയുടെ പ്രിവിലേജാണ് ആഗ്രഹിക്കുക എന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കാനുള്ളതായിട്ടുള്ള ബുദ്ധിയിലാണ് കാമം ജനിക്കുന്നത്. അപ്പോൾ അത് പ്രദ്യുമ്നന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, നല്ല കാമങ്ങൾ ഉണ്ടാവാൻ, സാത്വികങ്ങളായ കാമം, ധാർമ്മികങ്ങളായ കാമം ഉണ്ടാവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ധാർമ്മികമായി സമ്പത്ത് ആർജിക്കാനും ധാർമ്മികമായി പ്രജകളെ ഉൽപ്പാദിപ്പിക്കാനും അവരെയൊക്കെ പോഷിപ്പിക്കാനും എല്ലാം അർഹതയുണ്ട്. അതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെ ആയിരുന്നാൽ മാത്രമേ ഈ ലോകം നിലനിൽക്കുള്ളൂ. അപ്പോൾ ലോകത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആ ഒരു പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി, അല്ലെങ്കിൽ പരസ്പരം ഇഴുകിപ്പോകാനായിട്ട് അനുഗ്രഹിക്കുന്ന ഒരു ലൂബ്രിക്കൻ്റ്, ഇതൊക്കെയാണ് കാമം, സ്നേഹം, പാശം എന്നൊക്കെ പറയുന്നത്. കാമത്തിന് പല ഭാവങ്ങളുണ്ട്. അത് ഓരോന്നും ഈ ലോകത്തെ നിലനിർത്താനായിട്ടുള്ളതാണ്. അപ്പോൾ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് നിവൃത്തി ചിന്തിക്കുന്നവർക്ക് കാമത്തെ പതുക്കെ ജയിച്ച് യാതൊരു കാമവുമില്ലാതെ ആവാം. പ്രഹ്ലാദനെ പോലെ പ്രാർത്ഥിച്ചതുപോലെ കാമങ്ങൾ ഹൃദയത്തിൽ ഉത്ഭവിക്കാതിരിക്കാനായിക്കൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം. അത് നിവൃത്തിനിരതന്മാരായിട്ടുള്ളവരെ കൊണ്ട് ലോകത്തിലേക്ക് വലിയ മെറ്റീരിയലായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒന്നും ഉണ്ടാവുകയില്ല. ഓക്കെ, ഇവിടെ നമസ്തേ വാസുദേവായ നമസംകർഷണായ ച പ്രദ്യുമ്നായ അനിരുദ്ധായ. അനിരുദ്ധൻ മനസ്സിന്റെ അധിഷ്ഠാന ദേവത കൂടിയാണ്, ഭഗവാന്റെ പൗത്രൻ, പ്രദ്യുമ്നന്റെ പുത്രൻ. നിരോധിക്കാൻ പ്രയാസമേറിയവൻ. മനസ്സ്, നമ്മുടെ ചിത്തം നിരോധിക്കാൻ ഏറ്റവും പ്രയാസമേറിയതാണ്. അപ്പോൾ ആ മനസ്സിന് ആ ശക്തി എവിടുന്ന് കിട്ടി? ഈ ഭഗവാന്റെ അംശമായ അനിരുദ്ധനിൽ നിന്ന് കിട്ടിയതാണ്. നിരോധിക്കാനുള്ള ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള അനിരുദ്ധനായ മനസ്സിന്റെ അധിഷ്ഠാന ദേവതയായ ഭഗവാന്റെ പൗത്രനായിക്കൊണ്ട് നമസ്കാരം. സാത്വതാം പതയേ നമഃ. ഭക്തന്മാരുടെ രക്ഷകനായിരിക്കുന്ന വാസുദേവന്, സംഘർഷണന്, പ്രദ്യുമ്നന്, അനിരുദ്ധന് നമസ്കാരം. സാത്വതാം പതയെ എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടെ രക്ഷകൻ, അല്ലെങ്കിൽ യാദവ വംശത്തിന്റെ രക്ഷകൻ എന്ന് രണ്ടർത്ഥത്തിലും എടുക്കാം. യാദവ വംശ രക്ഷയ്ക്കായിക്കൊണ്ടാണ് ഭഗവാൻ ഈ ഭാവങ്ങളിലൊക്കെ അവതരിച്ചത്. നമോ ബുദ്ധായ ശുദ്ധായ ദൈത്യദാനവമോഹിനേ
മ്ലേച്ഛപ്രായ ക്ഷത്രഹന്ത്രേ നമസ്തേ കൽക്കിരൂപിണേ. നമോ ബുദ്ധായ ശുദ്ധായ ദൈത്യദാനവമോഹിനി മ്ലേച്ഛപ്രായ ക്ഷത്രഹന്ത്രേ നമസ്തേ കൽക്കിരൂപിണേ. ദൈത്യദാനവമോഹിനി ശുദ്ധായ ബുദ്ധായ നമഃ. ബുദ്ധ അവതാരത്തെ ഇവിടെ അക്രൂരൻ എടുത്തു പറയുന്നു. ബുദ്ധനായ അങ്ങേക്ക് നമസ്കാരം. അപ്പോൾ ഇവിടെ അക്രൂരന്റെ കാലത്ത് ബുദ്ധൻ അവതരിച്ചിട്ടുണ്ടോ? കൃഷ്ണാവതാരമല്ലേ ആയിട്ടുള്ളൂ. അതിനുശേഷമൊക്കെ എത്രയോ കഴിഞ്ഞിട്ട് കലിയുഗത്തിലല്ലേ ബുദ്ധാവതാരം എന്നൊക്കെയാണെങ്കിൽ ഈ അവതാരങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാ കൽപ്പങ്ങളിലും ആവർത്തിക്കുന്നതാണ്. ഒരു ചാക്രിക സ്വഭാവമുള്ളതാണ് ഈ അവതാരങ്ങളൊക്കെ. മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതാണ് രാമായണത്തിലൊക്കെ പറയില്ലേ, എത്രയോ രാമായണങ്ങൾ മുമ്പുണ്ടായതായിട്ട്. സീത രാമനോട് പറയുന്നുണ്ട് വനത്തിലേക്ക് പോകാൻ അനുവാദം ചോദിക്കാൻ. എത്രയോ രാമായണങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. അതിലൊന്നും സീതയെ ഉപേക്ഷിച്ചുകൊണ്ട് രാമൻ കാട്ടിലേക്ക് പോയിട്ടില്ല. അപ്പോൾ എന്നെയും കൂട്ടിയിട്ട് പോകണം. ഇതെല്ലാം ആവർത്തിക്കുന്ന ഒരു സ്വഭാവമുള്ളതാണ്. അതാണ് പുരാണങ്ങളിലൂടെ ഇതെല്ലാം എല്ലാ കാലത്തും എല്ലാവർക്കും അറിവിലേക്കായിക്കൊണ്ട് ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ബുദ്ധാവതാരം എന്നുള്ളത് ഇവിടെ അക്രൂരൻ ഓർമ്മിക്കുന്നു. ആ അക്രൂരൻ എന്തിനാണ്? ദൈത്യദാനവ മോഹിനി, ദൈത്യന്മാരെയും ദാനവന്മാരെയും മോഹിപ്പിച്ചവരെ എന്ന് പറഞ്ഞാൽ അസുര സ്വഭാവത്തോടു കൂടിയതായിട്ടുള്ള ആളുകളെ മോഹിപ്പിച്ച പരിശുദ്ധ സ്വരൂപനായ ബുദ്ധദേവന് നമസ്കാരം എന്ന് പറഞ്ഞാൽ ഈ പൗരോഹിത്യധർമ്മത്തിലൂടെ വേദങ്ങളെ വല്ലാതെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ദുഷിപ്പിച്ചതായിട്ടുള്ള ആളുകൾ ആ ഒരു ദൈത്യന്മാരെ പോലെയൊക്കെ സ്വാർത്ഥന്മാരായി തീർന്നു. മൃഗങ്ങളെയൊക്കെ വല്ലാതെ ക്രൂരങ്ങളായി യാഗങ്ങളുടെ പേരിൽ ബലി കൊടുത്തു വന്നു. അപ്പം അങ്ങനെയുള്ള ആ ആളുകളെ തിരുത്താനായിക്കൊണ്ടാണ് ബുദ്ധന്റെ അവതാരം. അപ്പം അങ്ങനെ ദൈത്യ സ്വഭാവവും ദാനവ സ്വഭാവവും ഉള്ളവരായിട്ടുള്ള ആളുകളെ മോഹിപ്പിച്ചവനും ശുദ്ധസ്വരൂപനുമായ അറിവിന്റെ മൂർത്തിയായ ബുദ്ധന് നമസ്കാരം. മ്ലേച്ഛപ്രായ ക്ഷത്രഹന്ത്രേ കൽക്കിരൂപിണേ തേ നമഃ. ക്ഷത്രിയന്മാര് ഭരണാധികാരികളെല്ലാം പ്രായേണ മ്ലേച്ഛന്മാരായി തീരുമ്പോൾ, കൊള്ളരുതാത്തവരായി തെറ്റായ കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നവരായി തീരുമ്പോൾ, അല്ലേ നമ്മുടെ ഇപ്പോൾ കേരളത്തിലൊക്കെ ഭരണാധികാരികൾ ഉണ്ടോ ചോദിച്ചാൽ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമുണ്ട്. നാട്ടുകാർക്ക് ഒരു പ്രയോജനവുമില്ല. ഇവിടെ എന്താ പറയുക, കൊലപാതകങ്ങളും കൊള്ളയും അഴിമതികളും എല്ലാ തോന്നിയവാസങ്ങളും വർദ്ധിച്ചു വരിക തന്നെ. ഒന്നിനെയും നിയന്ത്രിക്കാൻ ആരുമില്ല. ലഹരി കച്ചവടം നിയന്ത്രിക്കാൻ ആളില്ല. അതുപോലെ തന്നെ വിഷലിപ്തങ്ങളായ ഭക്ഷണപദാർത്ഥങ്ങൾ വ്യാപകമായി വിൽക്കപ്പെടുന്നു. അതിനെയൊന്നും ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനായിക്കൊണ്ട് ഒരു ഭരണവുമില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അതുപോലെ നമ്മുടെ റോഡുകളും മറ്റുമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നിടത്ത് ഉത്തരവാദിത്വമുള്ളവരാരുമില്ല. എത്രയോ ആളുകൾ കുണ്ടുകളിലും കുഴികളിലും ചാടി അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു. ട്രാഫിക് നിയമങ്ങൾ പോലും മര്യാദയ്ക്ക് പാലിക്കപ്പെടാൻ, അത് വേണ്ട പോലെ നോക്കാൻ ആളുകളില്ല. എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് എല്ലാവരും ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്ക് കയ്യിൽ ധനവും അധികാരമുള്ള ആളുകളും കൂടെയുണ്ടോ അവർക്ക് എന്ത് തോന്നിയവാസവും ചെയ്യാം. അവർക്കൊരു നിയമങ്ങളും ബാധകമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള മ്ലേച്ഛപ്രായന്മാരായിട്ടുള്ള ഭരണാധികാരികളെ നശിപ്പിക്കേണ്ടതുണ്ട്. അതിനായിക്കൊണ്ട് ഭഗവാൻ തന്നെ കൽക്കിയായി ഈ കലിയുഗത്തിന്റെ അവസാനത്ത് അവതരിക്കും. അതിനെ ഓർമ്മിപ്പിക്കുകയാണ്. മ്ലേച്ഛപ്രായ ക്ഷത്രഹന്ത്രേ നമസ്തേ കൽക്കിരൂപിണേ
കൽക്കിരൂപിയായി അവതരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം എന്ന് ഭഗവാന്റെ വരാനിരിക്കുന്ന അവതാരങ്ങളെക്കുറിച്ച് പോലും മുൻപ് നടന്നിട്ടുള്ളത് കൊണ്ട് ഓർമ്മിച്ച് സ്തുതിക്കുന്നു. ഭഗവജ്ജീവലോകോയം മോഹിതസ്തവ മായയാ അഹം മമേത്യസദ്ഗ്രാഹോ ഭ്രാമ്യതേ കർമ്മവത്മസു. ഭഗവജ്ജീവലോകോയം മോഹിതസ്തവ മായയാ അഹം മമേത്യസദ്ഗ്രാഹോ ഭ്രാമ്യതേ കർമ്മവത്മസു. ഓ ഹേ ഭഗവൻ, അല്ലയോ ഭഗവാനെ സർവജ്ഞ, തവ മായയാ മോഹിതഃ അയം ജീവലോകഃ, അങ്ങയുടെ മായ കൊണ്ട് മോഹിതരായിട്ടുള്ള അയം ജീവലോകഃ, ഈ പ്രാണിവർഗം, ഈ ജീവലോകം, അഹം മമ ഇതി അസദ്ഗ്രാഹഃ കർമ്മവത്മസു ഭ്രാമ്യതേ. അഹം മമ ഇതി, ഞാനെന്നും എന്റേതെന്നും ഉള്ള അസദ്ഗ്രാഹഃ, അസത്തായ അഭിമാനത്തോടുകൂടി, സത്യമല്ലാത്ത മിഥ്യയായ ഭ്രമത്തോടുകൂടി ശരീരത്തെ ഞാനെന്ന് ധരിക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട പലതിനെയും എന്റേതെന്നുമുള്ള തെറ്റായ ധാരണ, അങ്ങനെ കർമ്മവർമ്മസു ഭ്രാമ്യതേ, കർമ്മമാർഗങ്ങളിൽ ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ദേഹത്തിൽ ഞാനെന്ന അഭിമാനം ഉണ്ടാകുമ്പോൾ ആ ദേഹത്തെ സുഖിപ്പിക്കാനായിക്കൊണ്ട് ലോക വിഷയങ്ങളെ ആർജിക്കുന്നു. ആ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച വിഷയങ്ങളെല്ലാം എന്റേത്. അതിനെ ആരെങ്കിലും തട്ടിയെടുക്കാനോ ഞാൻ വിഷയങ്ങൾ സമ്പാദിക്കുന്നതിനെ തടയാനോ ആരെങ്കിലുമൊക്കെ വന്നാൽ അവരൊക്കെ എൻ്റെ ശത്രുക്കൾ. അങ്ങനെ അവരെ എതിരിടാനും നശിപ്പിക്കാനുമുള്ള വ്യവഹാരം ഇങ്ങനെ ഭ്രമിച്ചുകൊണ്ട് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഈ സംസാരത്തിൽ എന്ന് പറയണം. ഈ ജീവലോകം അങ്ങയുടെ മായ കൊണ്ട് മോഹിതരായി ഈ ശരീരത്തിൽ ഞാനെന്നും ഇതിനോട് ബന്ധപ്പെട്ടതിലെല്ലാം എൻ്റേതെന്നുള്ളതായിട്ടുള്ള ഭ്രമത്തോടുകൂടി ഈ ശരീരത്തെ സുഖിപ്പിക്കാനും താൻ ആർജിച്ച വസ്തുക്കളെ അല്ലെങ്കിൽ വ്യക്തികളെ തൻ്റെ ബന്ധുക്കളായി നിലനിർത്താനുമൊക്കെ ആയിട്ട് ഭാര്യ, മക്കള്, ബന്ധുക്കൾ എന്നൊക്കെ പറയുന്നവരെയൊക്കെ തൻ്റെ കൂടെ തന്നെ നിലനിർത്താനായിക്കൊണ്ട് പലതരത്തിലുള്ള കർമ്മങ്ങളിൽ മുഴുകി ഭ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, സംസാരികളായി തീരുന്നു. അപ്പൊ ഭഗവാന്റെ മായ കൊണ്ടാണ് എല്ലാവരും ഭ്രമിച്ചിരിക്കുന്നത്. അഹം ചാത്മാത്മജാഗാര ധാരാർത്ഥസ്വജനാദിഷു ഭ്രമാമി സ്വപ്നകൽപേഷു മൂഢഃ സത്യധിയാ വിഭോ. അഹം ചാത്മാത്മജാഗാര ധാരാർത്ഥസ്വജനാദിഷു ഭ്രമാമി സ്വപ്നകൽപേഷു മൂഢഃ സത്യധിയാ വിഭോ. ഹേ വിഭോ, അല്ലയോ സർവശക്ത സർവസമർത്ഥ, അഹം ച സ്വപ്നകൽപേഷു ആത്മജ അകാര ധാര അർത്ഥ സ്വജനാദിഷു മൂഢഃ സത്യധിയാ ഭ്രമാമി. അപ്പോ ഞാൻ അഹം ച സ്വപ്നകൽപേഷു, സ്വപ്നതുല്യേഷു, സ്വപ്ന സമാനങ്ങളായ, സ്വപ്നത്തിൽ കാണുന്ന പദാർത്ഥങ്ങൾക്കൊന്നും ജാഗ്രത്തിൽ ഒരു വിലയുമില്ല, ഒരു പ്രസക്തിയുമില്ല, അസ്തിത്വമില്ല, സുഷുപ്തിയിലുമില്ല. അപ്പൊ സ്വപ്നത്തിൽ കാണുന്ന വസ്തുക്കൾ സ്വപ്നത്തിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനം ഉള്ളൂ. അങ്ങനെയുള്ള സ്വപ്നകൽപ്പങ്ങളായ അസത്തുക്കളെ പോലെയുള്ള വസ്തുക്കളിൽ എന്തൊക്കെയാണത്? ആത്മാ എന്ന് പറഞ്ഞാൽ സ്വന്തം ദേഹം, ആത്മജ ഈ ശരീരത്തിൽ നിന്ന് ജനിച്ചവർ, പുത്രന്മാർ, ആത്മജന്മാർ. അപ്പൊ എന്റെ ദേഹം, എന്റെ പുത്രന്മാർ. അകാരം എന്ന് പറഞ്ഞാൽ എന്റെ ഈ ശരീരത്തെ രക്ഷിക്കാനായിക്കൊണ്ട് ഞാൻ നിർമ്മിച്ച ഗൃഹം, അകാരം. അപ്പൊ അകാരങ്ങൾ. ധാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാര്യ, എൻ്റെ ശരീരത്തിന് സുഖം തരാൻ വേണ്ടി, എന്നെ സഹായിക്കാൻ വേണ്ടി ഞാൻ സ്വന്തമാക്കിയിട്ടുള്ള ഒരു മുതലാണ് ഭാര്യ, അല്ലേ? ധാര. അർത്ഥം ധനം. ധനം സമ്പാദിച്ച് കൂട്ടിവെച്ചാൽ എനിക്ക് സുരക്ഷിതത്വം ഉണ്ടാവുമെന്ന് കരുതി അർത്ഥം. സ്വജനം, സ്വന്തം സഹായികളായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന രക്തബന്ധത്തിലുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെയുള്ള
പലതരത്തിലുള്ള ബന്ധങ്ങളിലുള്ളതായിട്ടുള്ള ഒന്നുകിൽ സമീപ ദേശവാസികൾ അല്ലെങ്കിൽ അയൽവാസികൾ, ഇങ്ങനെയൊക്കെ സ്വജനങ്ങളുണ്ട്. ഒരേ സമൂഹത്തിൽ ജനിച്ചവർ, ഇങ്ങനെ പല രീതിയിൽ ഭ്രമം അല്ലേ? നമ്മുടെ ദേശക്കാരോടൊരു ഭ്രമം, നമ്മുടെ കൃത്രിമമായി കൽപ്പിച്ചുണ്ടാക്കിയിട്ടുള്ള ജാതി എന്നുള്ള സമൂഹത്തിലൊരു ഭ്രമം, വർണ്ണത്തിലൊരു ഭ്രമം, ഹിന്ദു എന്നുള്ളൊരു ഭ്രമം, എല്ലാം ഭ്രമങ്ങളാണ്. അപ്പൊ ഇതെല്ലാം അഭിമാന മൂഢഃ എന്ന് പറയുന്നുണ്ട്. സ്വജനാദിഷു സ്വപ്നകൽപ്പേഷു മൂഢഃ, മൂഢഃ മോഹിതഃ എന്നർത്ഥം. ഇതെല്ലാം സത്യമാണെന്ന് മൂഢനായി ധരിച്ചിരിക്കുകയാണ്, മോഹിതനായിട്ട്. മൗഢ്യം എന്ന് പറഞ്ഞാൽ മോഹത്തിന്റെ മൂർധന്യം, തെറ്റിദ്ധാരണ, വിചാരം ചെയ്യാത്തത് കൊണ്ടുള്ള ധാരണയാണ് മൂഢത. അപ്പൊ അങ്ങനെ ഇതിലെല്ലാം മൂഢനായിക്കൊണ്ട് സത്യദിയാ ഭ്രമാമി, ഇതെല്ലാം സത്യമാണെന്നുള്ള ബുദ്ധിയോടുകൂടി ഞാൻ ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെയൊക്കെ സമ്പാദിക്കാനും നിലനിർത്താനും വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നമ്മുടെ ജീവിതം തന്നെ. യോഗക്ഷേമങ്ങൾ, യോഗം എന്ന് പറഞ്ഞാൽ ഇതുവരെ ആർജിക്കാത്തതിന്റെ ആർജനത്തിനായി കൊണ്ടുള്ള പരിശ്രമം. ക്ഷേമം എന്ന് പറഞ്ഞാൽ ആർജിച്ചതിന്റെ രക്ഷണം. ഇങ്ങനെയുള്ള പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു, ഭ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു ചക്രത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഞാൻ. രാവിലെ എഴുന്നേൽക്കുന്നു, പകൽ മുഴുവൻ ഓടുന്നു, വൈകുന്നേരമാകുമ്പോഴേക്കും തളരുന്നു, വീണുറങ്ങുന്നു, എങ്ങനെയൊക്കെയോ ചാടി എഴുന്നേൽക്കുന്നു, വീണ്ടും ഇതേ ചക്രം. അഹം ചാത്മാത്മജാഗാരധാരാർത്ഥസ്വജനാദിഷു ഭ്രമാമി സ്വപ്നകൽപേഷു മൂഢഃ സത്യധിയാ വിഭോ. അപ്പൊ ഞാനിങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സംസാരിയായിട്ട്. എന്നെ ഈ സംസാരത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥന ആരംഭിക്കണം. അനിത്യാനാത്മദുഃഖേഷു വിപര്യയമതിർഹ്യഹം ദ്വന്ദ്വാരാമ തമോവിഷ്ടോ ന ജാനേ ത്വാത്മനഃ പ്രിയം. അനിത്യാനാത്മദുഃഖേഷു വിപര്യയമതിർഹ്യഹം ദ്വന്ദ്വാരാമസ്തമോവിഷ്ടോ ന ജാനേ ത്വാത്മനഃ പ്രിയം. അനിത്യ അനാത്മദുഃഖേഷു, അനിത്യങ്ങളായ അനാത്മവസ്തുക്കൾ, നമ്മുടെ ദേഹാദികളൊക്കെ അനിത്യമാണ്, അനാത്മാക്കളാണ്. ഈ ലോകത്തിലുള്ള എല്ലാം തന്നെ അനിത്യങ്ങളാണ്. ഈ ദേഹാദികളൊന്നും ഞാനല്ല. അങ്ങനെയുള്ള അനാത്മാദികളിലുള്ള ദുഃഖങ്ങൾ, അതിൽ ഭ്രമിക്കുന്ന സമയത്തുണ്ടാകുന്ന ആ വിഷമങ്ങൾ, ഇത് നശിക്കുന്നതാണല്ലോ, നശിച്ചു പോകുന്നുവല്ലോ. അപ്പൊ അനിത്യത്തെ നിത്യമെന്ന് കരുതി, അനാത്മാവിനെ ആത്മാവെന്ന് കരുതി, അത് നമ്മളിൽ നിന്ന് വിയോഗമുണ്ടാകുമ്പോൾ, നശിച്ചു പോകുമ്പോഴെല്ലാം ദുഃഖിക്കുന്നു. അങ്ങനെയുള്ള ദുഃഖേഷു വിപര്യമതി. അപ്പൊ നശിച്ചു പോകുന്ന ദേഹം നശിക്കാത്തതാണെന്നുള്ള വിപരീത ബുദ്ധി, നശ്വരങ്ങളായത് അനിത്യങ്ങളായത് നിത്യങ്ങളാണെന്നുള്ള വിപര്യമതി, അനാത്മാക്കള് ആത്മാവാണെന്നുള്ള വിപരീത ബുദ്ധി, അഹം ഞാൻ. അപ്പൊ എല്ലാറ്റിനെയും വിപരീതമായി തെറ്റിദ്ധരിച്ച് ദ്വന്ദ്വ ആരാമഃ തമോവിഷ്ടഃ ആത്മനഃ പ്രിയം ത്വാ ന ജാനേ. ദ്വന്ദ്വ ആരാമഃ, ദ്വന്ദ്വങ്ങളിൽ ആരമിക്കുന്നവനായി എന്ന് വെച്ചാലോ, ഷട്ടിലടിച്ചുകൊണ്ടിരിക്കുന്നു. ദ്വന്ദ്വങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെൻഡുലം ആടുന്നത് പോലെ ആടിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ സുഖം, ചിലപ്പോൾ ദുഃഖം, ചിലപ്പോൾ ശീതം, ചിലപ്പോൾ ഉഷ്ണം, ചിലപ്പോൾ മഴ, ചിലപ്പോൾ വെയിൽ, ചിലപ്പോൾ ലാഭം, ചിലപ്പോൾ നഷ്ടം, ചിലപ്പോൾ മാനം, ചിലപ്പോൾ അപമാനം. ഇങ്ങനെ ദ്വന്ദ്വങ്ങളെ കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത്. ഏതെങ്കിലും ഒന്ന് പോസിറ്റീവായിട്ടുണ്ടോ, അതിൻ്റെ ഓപ്പോസിറ്റ് നെഗറ്റീവായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിൽ രമിക്കുന്നവൻ ദ്വന്ദ്വാരാമഃ. തണുപ്പ് വരുമ്പോൾ വിചാരിക്കും, അയ്യോ എന്തൊരു തണുപ്പ്, ചൂടായിരുന്നാൽ മതിയായിരുന്നു. ചൂട് വരുമ്പോൾ വിചാരിക്കും, അയ്യോ മഴ മതിയായിരുന്നു. മഴ വരുമ്പോൾ അയ്യോ എന്തൊരു മഴ, ചൂട് തന്നെ നല്ലത്. ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സ്. എന്ത് കിട്ടിയാലും അതിന് കിട്ടാത്തതിനെ കുറിച്ച് ചിന്തിക്കും. ഇതാണ് മനസ്സിന്റെ ആടിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം. അതാണ് ദ്വന്ദ്വാരാമത.
അങ്ങനെ ദ്വന്ദ്വാരാമനായിക്കൊണ്ട് തമോവിഷ്ട, തമസ്സിൽ വിഷ്ട പ്രവേശിച്ചവനായിട്ട്, അന്ധകാരത്തിൽ പ്രവേശിച്ചു. അജ്ഞാനം തന്നെയാണ് ഇവിടുത്തെ തമസ്. ആ അജ്ഞാനം കൊണ്ട് ശരീരാദികൾ, തിര്യക് യോനികൾ, ഇതിലൊക്കെ പിന്നീട് പ്രവേശിക്കും, നരകങ്ങളിൽ പ്രവേശിക്കും. അപ്പോൾ അജ്ഞാനം അഥവാ അന്ധകാരത്തിൽ പ്രവേശിച്ചവനായി ആത്മനഃ പ്രിയം ത്വാ ന ജാനേ. ആത്മനഃ പ്രിയം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്? നമ്മുടെ ആത്മാ തന്നെയാണ്. ആത്മാവായിരിക്കുന്ന ഈശ്വരനെ ന ജാനേ, ഞാൻ അറിയുന്നില്ല. അപ്പോൾ എല്ലാവർക്കും സുഖം നൽകുന്നത് അവനവന്റെ ആത്മാവാണ്. എല്ലാവർക്കും ആനന്ദം നൽകുന്നത് ആത്മാവാണ്. ആ ആത്മാ നിത്യനാണ്. ആ ആത്മാ സുഖസ്വരൂപമാണ്, ജ്ഞാനസ്വരൂപമാണ്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. പക്ഷെ അതിനെ അറിയാതെ അതിൻ്റെ വിപരീതമായിട്ട് ധരിച്ച് ഭ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ദ്വന്ദ്വാരാമഃ തമോവിഷ്ടഃ ന ജാനേതു ആത്മനഃ പ്രിയം. അതിനൊരു ദൃഷ്ടാന്തമായിട്ട് അടുത്ത ശ്ലോകം പറയുന്നു. യഥാ അബുദോ ജലം ഹിത്വാ പ്രതിച്ഛന്നം തദുദ്ഭവൈഃ അഭ്യേതി മൃഗതൃഷ്ണാം വൈ തദ്വത്വാഹം പരാങ്മുഖഃ. യഥാ അബുദോ ജലം ഹിത്വാ പ്രതിച്ഛന്നം തദുദ്ഭവൈഃ അഭ്യേതി മൃഗതൃഷ്ണാം വൈ തദ്വത്വാഹം പരാങ്മുഖഃ. യഥാ അബുദഃ ജലം ഹിത്വാ പ്രതിച്ഛന്നം തദുദ്ഭവൈഃ അഭ്യേതി മൃഗതൃഷ്ണാം വൈ. അപ്പോ ഒരാള് യാത്ര ചെയ്യുന്നതായുള്ള സമയത്ത് നല്ല ദാഹമുണ്ട്. അപ്പോൾ വെള്ളം അന്വേഷിക്കുകയാണ്. വെള്ളം അന്വേഷിച്ച് നടക്കുന്ന ആൾ വെള്ളത്തിൻ്റെ അടുത്തുകൂടെ തന്നെ പോകുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ അയാൾ ക്ഷീണിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ വെള്ളമുണ്ട് എന്ന് അയാൾക്ക് അറിയുന്നില്ല. എന്തുകൊണ്ട്? തദുദ്ഭവൈഹി പ്രതിച്ഛന്നം. അതിനെ ഹിത്വ, ആ ജലം ഹിത്വ അബുദഃ, ബുദ്ധിയില്ലാത്തവൻ, മൂഢൻ, മൃഗതൃഷ്ണാമഭ്യേദിവൈ, വെള്ളമില്ലാത്തടത്ത് വെള്ളത്തെ ഉണ്ട് എന്ന് കരുതി പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നടന്നു പോകുന്നതായുള്ള വഴിയിൽ വെള്ളമുള്ളിടത്ത് വെള്ളത്തിൽ നിന്നുത്ഭവിച്ചവരായ പുല്ലുകൾ കൊണ്ടോ കുളവാഴകൾ കൊണ്ടോ ആ വെള്ളം, ജലാശയം മൂടിക്കിടപ്പുണ്ടാവും. അപ്പൊ ഈ പൊട്ടന്, അബുദന് അങ്ങനെ ഒരു സ്ഥലത്ത് വെള്ളം ഉണ്ട് എന്നുള്ള അറിവ്, ബോധം ഇതുവരെ കിട്ടിയിട്ടില്ല. ആരും കാണിച്ചു കൊടുത്തിട്ടില്ല. അയാളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനൊരു കുളവാഴയാൽ മൂടപ്പെട്ടതോ അല്ലെങ്കിൽ പുല്ലുകൊണ്ട് മൂടപ്പെട്ടതോ ആയിട്ടുള്ള ഒരു ജലാശയം അയാള് കണ്ടിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. വാസ്തവത്തിൽ ആ പുല്ലിന്റെ പച്ചപ്പൊക്കെ കണ്ടുകഴിഞ്ഞാൽ ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കേണ്ടതാണ്. ബാക്കി എല്ലായിടത്തും സസ്യങ്ങളൊക്കെ അല്പം വാടിയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഇവിടെ മാത്രം എന്താ ഇത്ര പച്ചപ്പ് എന്ന് ചിന്തിക്കാനുള്ള മന്ദ ബുദ്ധിയെങ്കിലും അയാൾക്ക് ഉണ്ടാവേണ്ടതാണ്. എന്നിട്ട് എന്തെങ്കിലും കാരണം കാണുമല്ലോ. ഈ ചെടികളൊക്കെ അങ്ങനെ പച്ചപ്പോടുകൂടി നിൽക്കണമെങ്കിൽ ആരെങ്കിലും ഇതിനെ നനയ്ക്കുന്നുണ്ടോ? അല്ല, നനയ്ക്കേണ്ട കാര്യം നോക്കുമ്പോൾ അതിൽ കായ്കളും പഴങ്ങളും ഒന്നും ഉണ്ടാവുന്ന സസ്യങ്ങളല്ല, പ്രയോജനമുള്ള സസ്യങ്ങളല്ല. അപ്പൊ പിന്നെ നനയ്ക്കാൻ വഴിയില്ല. പിന്നെ എങ്ങനെ ഇവിടെ ഇത്രയും ഒരു പച്ചപ്പുണ്ടാവണത്? ഒന്ന് നോക്കിക്കളയാം എന്ന് വിചാരിച്ചുകൊണ്ട് എന്താ പറയുക, പുല്ലോ കുളവാഴകളോ തിങ്ങി നിറഞ്ഞിരിക്കുന്ന അതിൻ്റെ സമീപത്തേക്ക് ചെന്ന് എന്തെങ്കിലും ഒരു പരീക്ഷണം, ഒരു കോലിട്ട് കുത്തി നോക്ക്, അല്ലെങ്കിൽ അല്പം കൈകൊണ്ടോ കാലുകൊണ്ടോ ഇളക്കി നോക്ക് ഒക്കെ ചെയ്തിരുന്നാൽ അയാൾക്ക് വെള്ളം സുലഭമായിട്ട് കിട്ടുമായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ഇന്ന് വരെ ചിന്തിക്കുകയോ ആരെങ്കിലും കാണിച്ചു കൊടുക്കുകയോ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തൻ്റെ തൊട്ടു മുമ്പിൽ വെള്ളമുണ്ടായിരുന്നിട്ടും ഇയാൾ ദാഹിച്ച് വെള്ളം അന്വേഷിച്ച് നടക്കുകയാണ്. ഏതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആനന്ദസ്വരൂപനായ പൂർണ്ണനായ ആത്മാവ്
നമ്മുടെ സ്വരൂപമായി ഉണ്ടായിട്ടും നമ്മൾ ആനന്ദം അന്വേഷിച്ചുകൊണ്ട് ഭൗതിക വിഷയങ്ങളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുക. അതിൽ നിന്നുണ്ടോ കിട്ടുന്നു? ഭൗതിക വിഷയങ്ങളുടെ ധർമ്മമല്ല ആനന്ദം. അത് ആനന്ദം തരികയില്ല. അതിനെല്ലാം അതാതിൻ്റേതായിട്ടുള്ള ധർമ്മങ്ങളേ ഉള്ളൂ, പരിമിതികളുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള അനന്തമായ ആനന്ദം ഭൗതിക വസ്തുക്കളിൽ നിന്ന് ലഭിക്കാൻ പോകുന്നില്ല. അതിൻ്റെ ഉറവിടം അവനവൻ്റെ സ്വരൂപമാണ്, ആത്മാവാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഉള്ളിലേക്ക് തിരിയണം. അപ്പം അതിന് ഈ ജലാശയത്തിൽ വെള്ളമുണ്ട് എന്ന് ഏതെങ്കിലും ഒരു പ്രായമുള്ള ഒരാൾ, ആ നാട്ടുകാരൻ കാണിച്ചു കൊടുക്കണം. അപ്പോഴേ ഇയാൾക്ക് വിശ്വാസം വരുള്ളൂ, അതിലേക്ക് നോക്കുള്ളൂ. അതുപോലെ ഒരു ഗുരു ഉപദേശിക്കണം അവനവൻ്റെ ഉള്ളിലുള്ള ആനന്ദസ്വരൂപമായ ആത്മാവിനെക്കുറിച്ച്. അതുവരയ്ക്ക് അവർക്കതിനെക്കുറിച്ച് ചിന്തയുണ്ടാവില്ല. അപ്പോൾ ആ തദുദ്ഭവൈഹി പ്രതിച്ഛന്നം ജലം ഹിത്വ, ജലത്തിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചതായിട്ടുള്ള പുല്ലുകൊണ്ടും മറ്റും മറഞ്ഞിരിക്കുന്ന ജലത്തെ ഉപേക്ഷിച്ച് അബുദഃ മൂഢൻ മൃഗതൃഷ്ണാമഭ്യേദിവൈ, മൃഗതൃഷ്ണയെ പ്രാപിക്കുന്നു. മൃഗതൃഷ്ണ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് ദാഹമുണ്ടാക്കുന്ന സ്ഥാനം. മാനുകളും മറ്റുമൊക്കെ മരുഭൂമിയിലെ മരീചിക കണ്ട് വെള്ളമുണ്ട് എന്ന് കരുതി അവയ്ക്ക് പുറകെ പോകും. ആ മരീചിക എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മരീചി എന്ന് പറഞ്ഞാൽ രശ്മി, കിരണം എന്നാണ് അർത്ഥം. അപ്പൊ സൂര്യകിരണങ്ങളാൽ ചെയ്യപ്പെട്ടത് മരീചിക, മരീചിയാൽ ചെയ്യപ്പെട്ടത് മരീചിക, മരീചി നിമിത്തമായി ഉണ്ടായത് മരീചിക. എന്താ? അപ്പൊ സൂര്യകിരണങ്ങളുടെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ റേഡിയേഷൻ, റിഫ്ലക്ഷൻ, അതൊക്കെ കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് മരീചിക. സൂര്യൻ അസ്തമിച്ചാൽ കാണില്ല. സൂര്യനുള്ളപ്പോഴേ ഈ വെള്ളത്തിന്റെ ഭാനം മരുഭൂമിയിൽ കാണുള്ളൂ. അപ്പോൾ പകല് നട്ടപ്പുറ വെയിലത്താണ് ഈ മരീചിക വെള്ളമുള്ള സ്ഥാനമാണെന്നുള്ള ഭ്രമം ഉണ്ടാവുക. സൂര്യകിരണങ്ങൾ ആ മണലിൽ തട്ടി അതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു റേഡിയേഷൻ, ഒരു വേപ്പർ ഭാവം, അത് നല്ല ചുട്ടുപഴുത്ത ആവിയായിട്ട് വരികയാണ്. അവിടെയുള്ള ഓരോ വസ്തുക്കളിലെയും ജലാംശത്തെ വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മരീചി. അപ്പം അതിൻ്റെ ഒരു റിയാക്ഷൻ കൂടിയാവാം. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് വെള്ളമുണ്ട് എന്ന് കരുതി ഇല്ലാത്ത വെള്ളത്തിനായിക്കൊണ്ട് മൂഢന്മാർ മാനുകളെ പോലെ, മാനുകൾ എങ്ങനെയാണോ ഇല്ലാത്ത വെള്ളത്തിന് വേണ്ടി അലയുന്നത്, അതുപോലെ ഇല്ലാത്ത സുഖത്തിന്റെ പുറകെ, അനിത്യവും അസുഖവുമായ ഈ ലോകത്തിന്റെ പുറകെ മൂഢന്മാരായ മനുഷ്യർ കറങ്ങുന്നു. ഞാനും ആ കൂട്ടത്തിൽ പെട്ടതാണേ എന്നാണ് ഇവിടെ അക്രൂരൻ പറയുന്നത്. എനിക്കും അങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങളുണ്ട്, അതുകൊണ്ട് എന്നെ അതിൽ നിന്ന് കരകയറ്റണം. അപ്പോൾ തദ്വത് ത്വാഹം പരാങ്മുഖ പറയുന്നുണ്ട്. തദ്വത്, യദ്വത് മൃഗാഹ അല്ലെങ്കിൽ മനുഷ്യാഹ മൃഗതൃഷ്ണികയിൽ വെള്ളമുണ്ട് എന്ന് കരുതി മൂഢന്മാർ അന്വേഷിക്കുന്നുവോ, തദ്വത് അതുപോലെ അഹം ഞാനും ത്വാ പരാങ്മുഖ അങ്ങയിൽ നിന്ന് പരാങ്മുഖനായിരിക്കുന്നു, ബഹിർമുഖനായിരിക്കുന്നു. അങ്ങയോട് ആഭിമുഖ്യം എനിക്കില്ല. ആനന്ദസ്വരൂപനായ അങ്ങയെ വെടിഞ്ഞ്, നിത്യനായ അങ്ങയെ വെടിഞ്ഞ് അനിത്യങ്ങളും ദുഃഖസ്വരൂപങ്ങളുമായിരിക്കുന്ന ലോകവിഷയങ്ങളിലേക്ക് ഞാൻ ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങയെ അറിയാതെ. അപ്പോൾ അങ്ങനെ അനുഗ്രഹിക്കണം. അങ്ങയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അങ്ങയെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ. നോത്സഹേഹം കൃപണധീഹി കാമകർമ്മഹതം മനഃ രോദ്ധും പ്രമാദിഭിശ്ചാശ അക്ഷൈഹി ഹ്രിയമാണമിതസ്തതഃ. നോത്സഹേഹം കൃപണധീഹി കാമകർമ്മഹതം മനഃ രോദ്ധും പ്രമാദിഭിശ്ചാക്ഷൈഹി ഹ്രിയമാണം ഇതസ്തതഃ. കൃപണധീഹി അഹം, കൃപണധി ബുദ്ധികെട്ടവൻ,
കാർപ്പണ്യമുള്ള ബുദ്ധി. കാർപ്പണ്യം, ദൈന്യം. എന്തുകൊണ്ട്? ഉള്ള ധനത്തെ അറിയുന്നില്ല. ഞാൻ വലിയ ധനികനാണ്, എൻ്റെ കയ്യിൽ വലിയ നിധിയുണ്ട്, ആനന്ദം, ആത്മസ്വരൂപം. പക്ഷെ അതറിയാതെ, അതിൻ്റെ വില അറിയാതെ ഒരു പിശുക്കൻ എങ്ങനെയാണോ, അല്ലെങ്കിൽ ഒരു ഭിക്ഷക്കാരൻ എങ്ങനെയാണോ, അതുപോലെ ദൈന്യം ഭാവിച്ച് കൃപണദീഹി അഹം, കൃപണബുദ്ധിയായ ഞാൻ, കാമകർമ്മഹതം പ്രമാദിഭിഹി അക്ഷൈഹി ഇതസ്തതഃ ഹ്രിയമാണം മനഃ രോദ്ധും ന ഉത്സഹേ. ഇവിടെ മനഃ രോദ്ധും ന ഉത്സഹേ, അതാണ് പ്രധാന പ്രാർത്ഥന, അല്ലെങ്കിൽ ഭഗവാനോട് അറിയിക്കുന്നത്. മനഃ, എൻ്റെ മനസ്സിനെ രോദ്ധം, രോധിക്കുവാൻ, തടുക്കുവാൻ, തടയുവാനായിക്കൊണ്ട്, ന ഉത്സഹേ അഹം ന ശക്തഃ അഹം ന പ്രഭവാമി, എനിക്ക് സാധിക്കുന്നില്ല, എൻ്റെ മനസ്സിനെ ജയിക്കാൻ, അടക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ എങ്ങനെയുള്ള മനസ്സ്? കാമകർമ്മഹതം, കാമകർമ്മഹതം, കാമങ്ങളാലും കർമ്മങ്ങളാലും ഹനിക്കപ്പെട്ടത്. വിവിധങ്ങളായ കാമങ്ങൾ മുമ്പ് കാമിച്ചതിൻ്റെ ഫലമായി അതാതിനു വേണ്ടി ഏത് കാമപൂർത്തീകരണത്തിന് ഏത് കർമ്മം ചെയ്യണോ അത് ചെയ്ത് ഇത് രണ്ടിനാലും വശീകരിക്കപ്പെട്ടത്, ഈ രണ്ടിനാലും അഡിക്റ്റ് ആക്കപ്പെട്ടത്. കാമവും കർമ്മവും നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച് അതിൻ്റെ നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നു. അപ്പൊ ഹനിക്കപ്പെട്ടതിന് തുല്യം, നശിപ്പിച്ചത് എന്നർത്ഥം. കാമത്താലും കർമ്മത്താലും നശിപ്പിച്ചതെന്ന് നമ്മൾ ഇത്രയും കാലം പല ശീലങ്ങളും ശീലിച്ച് അതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ഉദ്ധരിക്കാൻ, പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ? അവശരല്ലേ നമ്മൾ? അപ്പൊ കാമകർമ്മങ്ങളാൽ ഹനിക്കപ്പെട്ടതായിട്ടുള്ള നമ്മുടെ മനസ്സ്, മനഃ, അതും പ്രമാദിഭിഹി അക്ഷൈഹി ഇതസ്തതഃ ഹ്രിയമാണ്. അക്ഷങ്ങൾ ഇന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, അത് പ്രമാദികളാണ്. പ്രമാദി എന്ന് പറഞ്ഞാല് പ്രകർഷേണ മതിക്കുന്നത്, നമ്മളെ നല്ലോണം എടുത്തെറിയുന്നത്, നമുക്കൊരിക്കലും സ്വസ്ഥത തരാത്തത്, നമ്മളെ ഓരോ വസ്തുക്കളിലേക്ക് നമ്മളെ വലിച്ചെറിയുന്നു. അത് നോക്ക്, ഇത് നോക്ക്, അത് കേക്ക്, ഇത് കേക്ക്, അത് രുചിക്ക്, ഇത് രുചിക്ക്, അവിടത്തൊട്, ഇവിടത്തൊട് എന്ന് പറഞ്ഞ് നമ്മുടെ ഓരോ സെൻസ് ഓർഗൻസും അതാത് വിഷയങ്ങളുടെ പുറകെ കുതിച്ച് പായുന്നതിന് കാരണം ഈ ഒരു പ്രമാദി എന്നുള്ള സ്വഭാവമാണ്. പ്രകർഷേണ മതിക്കുന്ന സ്വഭാവം, പ്രബലങ്ങളായിരിക്കണം. കാരണം ഇത്രയും കാലം അടക്കമില്ലാതെ ശീലിച്ചിട്ടാ. ഒരു ശീലം, ഒരു അല്പം പോലും ഡിസിപ്ലിൻ ഒന്നും അഭ്യസിച്ചില്ല, ആരും പഠിപ്പിച്ചില്ല. ഇത് ഇന്നത്തെ തലമുറയുടെ ഒരു ദുരവസ്ഥ അതാണ്. ഒരു തരത്തിലുള്ള ഡിസിപ്ലിനും അവർക്ക് എവിടുന്നും കിട്ടാനില്ല. അപ്പൊ അവർക്ക് അവരുടെ ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ ഒന്നും അടക്കാൻ കഴിയുന്നില്ല. അവർ വിചാരിച്ച കാര്യം സാധിക്കണം. സാധിച്ചില്ലെങ്കിൽ അവർ വയലന്റ് ആവും. അവർ കിട്ടിയതിനെയൊക്കെ നശിപ്പിക്കും. വേണ്ടി വന്ന ആളെ കൊല്ലണമെങ്കിൽ കൊല്ലും. കാരണം അവരുടെ ഇന്ദ്രിയങ്ങൾ മനസ്സിനെ മതിക്കുകയാണ് ഇട്ടിട്ട്. പ്രമാദി. അർജുനൻ ഗീതയിലും ഭഗവാനോട് പറയുന്നുണ്ട്, എൻ്റെ ഈ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കും ഭഗവാനെ? പ്രമാദി ബലവദ് ദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. കൊടുങ്കാറ്റിനെ പിടിച്ചു കെട്ടുന്നതിനേക്കാൾ പ്രയാസമേറിയതാണ് നമ്മുടെയൊക്കെ മനസ്സിനെ ബന്ധിക്കാനായിക്കൊണ്ട്. അത് ശീലിച്ചു, വേണ്ടാത്തതിലൊക്കെ ഇഷ്ടം പോലെ സഞ്ചരിച്ച് ശീലിച്ചു. അപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് പ്രതിരോധമുണ്ടാകുമ്പോൾ, നമ്മുടെ സ്വച്ഛന്ത സഞ്ചാരത്തിന് തടസ്സമുണ്ടാകുമ്പോൾ അതിനെ തകർക്കണം എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാവും, അല്ലേ? ദേഷ്യം വരും. അതിനെ സഹിക്കാൻ, നിയന്ത്രിക്കാൻ കഴിവുണ്ടാവില്ല. അപ്പോൾ മനസ്സിൽ തോന്നിയതൊക്കെ അങ്ങോട്ട് അപ്പം തന്നെ എക്സ്പ്രസ് ചെയ്യുക. ഇന്നത്തെ തലമുറ
അങ്ങനെയുള്ള സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് തോന്നിയോ അത് അപ്പം എക്സ്പ്രസ് ചെയ്യുക. കാരണം അവർക്ക് അതിനെ അടക്കി ശീലമില്ല. നമുക്കൊക്കെ ഇഷ്ടംപോലെ ബാല്യത്തിൽ നമ്മുടെ ഇഷ്ടങ്ങളെയൊക്കെ അടക്കാൻ പഠിപ്പിച്ചു. ആഗ്രഹിച്ച ഒന്നും കിട്ടിയിട്ടില്ല നമുക്കൊന്നും, അല്ലേ? എത്രയോ കെഞ്ചണം ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്. നല്ല ഭക്ഷണത്തിന് നമ്മൾ കൊതിയോടുകൂടി കാത്തിരുന്നിട്ടുണ്ട്. നല്ല എന്താ പറയുക, മിഠായികൾ കിട്ടാൻ എത്രയോ കൊതിക്കണം, അല്ലേ? ഇതുപോലെയുള്ള ഏതെങ്കിലും സ്നാക്സ്, ഈറ്റബിൾസ് ഒക്കെ വല്ലപ്പോഴും ഒക്കെ കിട്ടുള്ളൂ. ദിവസവും വീട് നിറച്ച് പലഹാര പൊതികൾ കൊണ്ടുവയ്ക്കുന്ന പതിവുണ്ടായിരുന്നില്ല. വിശേഷ ദിവസങ്ങളിൽ മാത്രമേ, അല്ലെങ്കിൽ ആരെങ്കിലും അതിഥികൾ വരുമ്പോൾ, അല്ലെങ്കിൽ അച്ഛന്മാർക്ക് ശമ്പളം കിട്ടുന്ന ദിവസം, ഇങ്ങനെയൊക്കെയാണ് പണ്ട് പതിവുണ്ടായിരുന്നത്. ഒരു പൊതിയായിട്ട് വരുന്നത് നമ്മൾ വൈകുന്നേരം കാത്തിരിക്കും. അത് അപ്പം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിയും. പിറ്റേ ദിവസത്തേക്കൊന്നും ബാക്കിയുണ്ടാവില്ല. ഇങ്ങനെ ഒരുപാട് ക്ഷമയ്ക്ക് വേണ്ടി നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ അഭ്യാസമുണ്ടായിരുന്നു. ഒരു വീട്ടിൽ ഒരു ഭക്ഷണം പാചകം ചെയ്താൽ എല്ലാവരും അതുതന്നെ കഴിക്കണമായിരുന്നു. അല്ലാതെ ആൾക്കാൾക്ക് വേറെ വേറെ ഡിഷസ് ഇല്ല. അതിലും ക്ഷമയുണ്ട്. ഒരു ബാത്റൂമിൽ എല്ലാവരും കുളിച്ചിരുന്നു, എല്ലാവരും അവരുടെ കാര്യങ്ങൾ സാധിച്ചിരുന്നു. അപ്പം അതിനൊക്കെ സമയം കൃത്യമായിട്ട് വെച്ച് കാത്തിരിക്കണം. ആദ്യം പുറത്തേക്ക് പോകേണ്ടവർ, ആദ്യം എഴുന്നേൽക്കേണ്ടവർ അവരവരുടെ കാര്യം കഴിയുമ്പോഴേ അടുത്ത ആൾക്ക് അവിടേക്ക് പ്രവേശനമുള്ളൂ. ഇങ്ങനെ ഓരോ കാര്യത്തിലും നമുക്ക് നിയന്ത്രണങ്ങളും പരിമിതികളും കാത്തിരിപ്പും ധാരാളം ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമുക്ക് ടോളറൻസ് എന്നുള്ളതായിട്ടുള്ളൊരു ഗുണം വന്നു ചേർന്നത്. ഈ ടോളറൻസ് എന്നുള്ളത് ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ലാതായതും, ഈ ഒന്നിനും കാത്തിരിപ്പില്ല അവർക്ക്, ഒന്നിനും പങ്കുവെക്കേണ്ടതില്ല അവർക്ക്, എല്ലാം വിചാരിക്കുമ്പോൾ വിചാരിച്ചതിലും കൂടുതൽ കൊടുത്ത് അവർക്ക് അല്പം പോലും നോ എന്നുള്ളത് കേൾക്കാനുള്ള ടോളറൻസ് ഇല്ല, ശക്തിയില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അച്ഛനമ്മമാരുടെ വളർത്തു ദോഷം തന്നെയാണ് മക്കളുടെ ഈ ഒരു അക്ഷമ, വയലൻസ്, ഇതിനൊക്കെയുള്ള കാരണം. എന്താ, അച്ഛനമ്മമാർ വിചാരിച്ചു നമ്മൾ കഷ്ടപ്പെട്ട പോലെ നമ്മുടെ കുട്ടികൾ കഷ്ടപ്പെടരുത്, അതുകൊണ്ട് അവർക്കെല്ലാം സമൃദ്ധമായിരിക്കണം എന്നുള്ള മൂഢ ചിന്ത കൊണ്ട് ആവശ്യത്തിലും അധികം കുട്ടികളെ ലാളിച്ച് പോഷിപ്പിച്ച് എല്ലാം ചോദിക്കുന്നതിന് മുമ്പേ സപ്ലൈ ചെയ്ത് അല്പം പോലും അവർക്ക് ക്ഷമിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ രീതിയിൽ അവർക്കിപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് സിനിമ കാണണമെങ്കിൽ ഉടനെ തന്നെ എല്ലാം വീട്ടിലുണ്ട്, അല്ലേ? ഇന്നത്തെ ടിവികളാണെങ്കിലും മൊബൈലുകളാണെങ്കിലും എല്ലാറ്റിലും അപ്പോൾ ഇരുന്ന് കാണാം. ഏത് പുതിയ സിനിമയും അവിടെ അപ്പോൾ OTT എന്നൊക്കെ പറഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ഇരുന്ന് കാണാൻ പറ്റും. ഭക്ഷണം സ്വിഗ്ഗി, അല്ലേ, ഇതൊക്കെ പേരിൽ വിളിച്ചു പറഞ്ഞാൽ ഉടനെ വീട്ടിലെത്തി, ഏത് വേണമെങ്കിലും. ചിക്കനോ മട്ടണോ ബിരിയാണിയോ അല്ലെങ്കിൽ നൂഡിൽസൊക്കെ ഔട്ട് ഓഫ് ബർഗറോ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പിസ്ത, ഇതൊക്കെ പറയുന്ന സാധനങ്ങൾ. പിസ്സ ഇതൊന്നും നമ്മൾ കഴിക്കാറില്ലേ? ഇങ്ങനെയുള്ള സാമഗ്രികൾ വിളിച്ചാൽ വെളിപ്പുറത്ത് ഏത് കാര്യവും വിചാരിച്ച സമയത്ത് സാധിക്കും. എല്ലാറ്റിനും സമൃദ്ധി, വസ്ത്രങ്ങൾ പ്ലെന്റി, പുസ്തകങ്ങളും പേനകളും പ്ലെന്റി, അല്ലേ? നമ്മളൊക്കെ പെൻസിൽ കുറ്റിയായിട്ട് അവസാനത്തെ പിടിച്ചെഴുതാൻ പറ്റാത്ത ലെവലിലാവുമ്പോഴാണ് അടുത്ത പെൻസിൽ തരിക. ഈ പെൻസിൽ കൊണ്ട് എഴുതാൻ പറ്റില്ല, കൈ പിടിച്ച് എഴുതാനുള്ള ഗ്യാപ്പില്ല ഇത്. അപ്പോൾ നമുക്ക് ഓരോ വസ്തുക്കളുടെയും വിലയറിയാനും കാത്തിരിക്കാനും
കിട്ടില്ല എന്നുള്ളൊരു മുൻകൂർ അറിവ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. ഏത് കാര്യവും നമ്മൾ വിചാരിച്ചതുപോലെ കിട്ടില്ല എന്നുള്ളൊരു അറിവ് നമുക്ക് നമ്മുടെ ഉള്ളിൽ സെറ്റാണ്. ഓറിയന്റേഷൻ കിട്ടിയാ വലിയ ഭാഗ്യം എന്നാണ് നമ്മൾ ഏത് കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും വിചാരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഫെയിലിയറിൽ നമ്മൾ തളരാറില്ല. കിട്ടിയില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ തകർന്നു പോകാറില്ല. അതും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ജയവും പരാജയവും ലാഭവും നഷ്ടവും മാനവും അപമാനവും നമ്മൾ അഭ്യസിച്ച് നമുക്കത് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. അതുകൊണ്ട് വരുന്നത് വരട്ടെ, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്തു, പിന്നീട് കാത്തിരിക്കാം, എനിക്ക് അർഹതയുണ്ടെങ്കിൽ കിട്ടും, ഈശ്വര അനുഗ്രഹമുണ്ടെങ്കിൽ കിട്ടും എന്നുള്ളൊരു ക്ഷമ, ഒരു ഫെയ്ത്ത്, ഇതൊക്കെ നമ്മൾക്ക് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ പാഠങ്ങളാണ്. ഇതൊന്നും ഒരു പുസ്തകത്തിലും പഠിക്കേണ്ട കാര്യമില്ല, ആരും ഉപദേശിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ജീവിതത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്, അനുഭവ പാഠങ്ങൾ. അപ്പോൾ അതൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് അനുഭവിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതെയാക്കുകയാണ് ഈ വളർത്തുദോഷം. അച്ഛനമ്മമാരുടെ വളർത്തുദോഷം കുട്ടികളെ പാകപ്പെടുത്താനുള്ളതല്ല, എന്താ പറയുക, മത്സരിക്കാൻ വേണ്ടി പഠിപ്പിക്കലാണ്. മറ്റുള്ളവരെ മത്സരിച്ച് തോൽപ്പിക്കണം. നീ ഒന്നാമനാവണം, നീ എവിടെ പോയാലും രണ്ടാമനായി വരരുത്. അങ്ങനെ ഈഗോ വളർത്തി അവനെ ഊതി വീർപ്പിച്ച ബലൂൺ പോലെ ആക്കി വെച്ചിരിക്കണം. അപ്പോൾ എവിടെയെങ്കിലും ഒരു മുള്ളു തട്ടിയാൽ പൊട്ടും. ആ രീതിയിലാണ് ഇന്നത്തെ കുട്ടികളെ വളർത്തുന്നത്. ചിന്തിക്കുക. അപ്പോ എന്റെ മനസ്സിനെ രോദ്ധം ന ഉത്സഹേ, ഞാൻ ശക്തിയുള്ളവനല്ല, സമർത്ഥനാകുന്നില്ല. ഈ ഇന്ദ്രിയങ്ങളാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചൊഴിക്കപ്പെടുന്നതും കാമകർമ്മങ്ങളാൽ ഉള്ളിൽ നിന്ന് ആക്രമിക്കപ്പെടുന്നതും. അപ്പോൾ ഉള്ളിലൊരു പ്രഷറാണ് കാമം, കർമ്മം. പുറത്ത് വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മളെ മാടി വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അകത്തുനിന്നും പുറത്തുനിന്നുള്ള പ്രഷർ കൊണ്ട് നമുക്കെന്താ പറയുക, നിയന്ത്രണം ഇല്ലാതെയാവുന്നു. ഇതാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത്, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതിനാണ് എന്ത് ചെയ്യേണ്ടത്? ഭഗവാന്റെ കഥകൾ കേൾക്കുന്നത്, ഭഗവാന്റെ തത്വം അറിയുന്നത്, ലോക സ്വഭാവം അറിയുന്നത്. അതാണ് ഭാഗവതം, അതാണ് ദശമസ്കന്ധം, അല്ലേ? നിരോധമാണ് ദശമസ്കന്ധത്തിലെ വിഷയം. എങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാം? അപ്പോൾ ഇവിടെ എനിക്ക് നിരോധിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു. സോഹം തവാംഗ്രുപഗതോസ്മി അസതാം ദുരാപം തച്ചാപ്യഹം ഭവദനുഗ്രഹൈശമന്യേ പുംസോ ഭവേദ്യർഹി സംസരണാപവർഗഃ ത്വയി അബ്ജലാഭ സദുപാസനയാ മതി സ്യാത്. സോഹം തവാംഗ്രുപഗതോസ്മി അസതാം ദുരാപം തച്ചാപ്യഹം ഭവദനുഗ്രഹൈശമന്യേ പുംസോ ഭവേദ്യർഹി സംസരണാപവർഗഃ ത്വയി അബ്ജലാഭ സദുപാസനയാ മതി സ്യാത്. അതാ ഞാൻ അങ്ങയുടെ പാദങ്ങളെ ശരണം പ്രാപിച്ചിരിക്കുന്നു. എൻ്റെ ഭാഗ്യം അങ്ങ് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇപ്പോൾ അങ്ങയുടെ ഈ ഭാവം കാണാൻ എനിക്ക് സാധിച്ചത്. മറ്റുള്ളവർക്കിത് ദുർലഭമായിട്ടുള്ള കാര്യമാണ്. സത്സംഗം കൊണ്ടാണ് ഭഗവാനിൽ ഭക്തി ഉണ്ടാവുകയും മോക്ഷത്തിനുള്ള കാംക്ഷയുണ്ടാവുകയും ഒക്കെ ചെയ്യുക. അങ്ങനെ കുറെ കാലം സത്സംഗവും സാധനകളുമായിട്ട് കഴിയുമ്പോഴാണ് ഭഗവാനിൽ ബുദ്ധി നല്ലതുപോലെ ഉറയ്ക്കുക. അങ്ങനെ ഉറച്ചു കഴിയുമ്പോഴാണ് ഈശ്വരാനുഗ്രഹം ഉണ്ടാവുക. ഇവിടെ എനിക്ക് എളുപ്പത്തിൽ ഉണ്ടായിരിക്കണോ എന്നാണ് പറയണത്.
സോഹം സഹ അഹം, ഈ ഞാനാകട്ടെ, ഇങ്ങനെ മനസ്സ് ഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന മൂഢനായ താന്തോന്നിയായ ഈ ഞാനാകട്ടെ, അസതാം ദുരാപം തവ അംഗ്രി ഉപഗത. അസതാം ദുരാപം, അസത്തുക്കൾക്ക് പ്രാപിക്കാൻ ക്ലേശമുള്ളതാണ് അങ്ങയുടെ പാദം, അംഗ്രി. അതിനിതാ ഉപഗത. അപ്പോ എന്നെ പോലൊരു അസത്തായിരിക്കുന്നവൻ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തതാണ് അങ്ങയുടെ പാദത്തെ ആശ്രയിക്കുക എന്നുള്ളത്. പക്ഷേ എനിക്കത് സാധിച്ചിരിക്കുന്നു. ഞാൻ ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നു, അല്ലേ? എന്റെ ഭാഗ്യം. വസതാം ദുരാപം തവ അംഗ്രി ഉപഗത അഹം അസ്മി എന്നും കൂടി, അഹം അസ്മി, ഞാൻ അങ്ങനെയുള്ളവനാകുന്നു. തത് ഈശ ഭവദനുഗ്രഹ ഇതി അഹം മന്യേ. ഹേ ഈശ, സർവനിയന്താവായ ഭഗവാനെ, തത്, ആ ഒരു ഭാഗ്യം എനിക്ക് എങ്ങനെ കിട്ടിയത്? എന്റെ യോഗ്യത കൊണ്ട് കിട്ടിയതായിട്ട് ഞാൻ കരുതുന്നില്ല. അങ്ങയുടെ അനുഗ്രഹം, അങ്ങയുടെ കാരുണ്യം എന്ന് അഹം മന്യേ, ഞാൻ കരുതുന്നു. അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ്, അങ്ങയുടെ കാരുണ്യം കൊണ്ടാണ് എനിക്ക് അങ്ങയുടെ പാദകമലത്തെ ആശ്രയിക്കാൻ സാധിച്ചത്. അപ്പോൾ ഈശ്വര അനുഗ്രഹം കൊണ്ട് മാത്രമേ ഭഗവാന്റെ പാദകമലത്തെ ആശ്രയിക്കാൻ സാധിക്കുള്ളൂ. അവന്റെ കരുണയുണ്ടെങ്കിൽ മാത്രമേ അവനെ ആശ്രയിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ എന്നോട് കരുണ കാണിച്ചിരിക്കുന്നു. അപ്പൊ എന്നെ ഒരു എക്സംപ്റ്റഡ് കേസായിട്ട് എടുത്തിരിക്കുകയാണ്, എക്സംഷനായിട്ട് എടുത്തിരിക്കുകയാണ്. അങ്ങനെ തദീശ ഭവദനുഗ്രഹ അഹം മന്യേ യർഹി അബ്ജനാഭ സദുപാസനയാ ത്വയി മതിഹി പുംസഹ സംസരണാപവർഗ ഭവേത്. യർഹി എന്തെന്നാൽ, ഞാൻ ഈ പറയുന്നത് അങ്ങയുടെ അനുഗ്രഹമാണ്, എന്റെ ഭാഗ്യമാണെന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ, ഹേ അബ്ജനാഭ, അല്ലയോ പത്മനാഭ, താമര നാഭിയിൽ നിന്നുള്ളവനെ, സദുപാസനയാ ത്വയി മതിഹി സ്യാദ്, സജ്ജനങ്ങളെ ഉപാസിക്കുമ്പോൾ, സത്സംഗം ചെയ്യുമ്പോൾ, സത്സംഗങ്ങളുടെ അടുത്ത് ചെന്ന് അവരെ സേവിക്കുമ്പോൾ ആണ് ത്വയി മതിഹി സ്യാദ്, അങ്ങയിലുള്ള മതി ഉണ്ടാവുക, ഭഗവാന്റെ നേരെ ആഭിമുഖ്യം ഉണ്ടാവുക, താല്പര്യമുണ്ടാവുക, ഭക്തി ഉണ്ടാവുക, സത്സംഗം കൊണ്ടാണ് ഉണ്ടാവുക. പുംസഹ സംസരണ അപവർഗ ഭവേത്, അത് ഹേതുവായിട്ട് ഈ സത്സംഗം, അതുപോലെ ഭഗവത് ഭക്തി, ഭഗവത് അഭിരുചി, ഇതെന്തിന് കാരണമായി തീരും? പുംസഹ സംസരണ അപവർഗ ഭവേത്, പുരുഷന്മാർക്ക് സംസാരത്തിന്റെ അപവർഗമായി, നാശമായിട്ട് ഭവിക്കും. അപ്പോൾ സംസാരനാശത്തിന് ഹേതുവാകും ഭക്തി, ഭഗവാനോടുള്ള പ്രേമം. ആ പ്രേമം ഉണ്ടാകുന്നത് എങ്ങനെ? സത്സംഗം കൊണ്ട്. അപ്പോൾ സത്സംഗം കൊണ്ട് ഭഗവത് ഭക്തിയും, ഭഗവത് ഭക്തി കൊണ്ട് സംസാരനാശവും ഉണ്ടാകും. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത എനിക്ക് ഡയറക്റ്റായിട്ട് അങ്ങയുടെ പാദത്തെ ആശ്രയിക്കാൻ സാധിച്ചത് അങ്ങയുടെ കരുണ കൊണ്ട്. ഞാനിതുവരെ സത്സംഗമൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് അങ്ങയുടെ ഭക്തിയും ഉണ്ടായിട്ടില്ല, എനിക്ക് മോക്ഷേച്ഛയും ഉണ്ടായിട്ടില്ല. പക്ഷേ എല്ലാം സംഭവിച്ചിരിക്കുന്നു ഒറ്റ കാരണമേ ഉള്ളൂ, ഭവത് അനുഗ്രഹ, അങ്ങയുടെ അനുഗ്രഹം ഒന്നു മാത്രം. അപ്പൊ ഈശ്വരന്റെ അനുഗ്രഹം എപ്പോഴാണ്, ഏത് രൂപത്തിലാണ്, ആർക്കാണ് ലഭിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. അതിന് 100 കാരണങ്ങളുണ്ടാവും, അത് ഈശ്വരനറിയാം. നമ്മളതിന്റെ കാരണം അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്ക് സത്സംഗവും ഭക്തിയും മോക്ഷേച്ഛയും ഒക്കെ ഉണ്ടാവുകയും, ഈശ്വരാനുഗ്രഹം കൊണ്ട് തന്നെ ആ ആത്മജ്ഞാനവും ആത്മബോധവും ഉറയ്ക്കുകയും ചെയ്യും. അത് തന്നെയാണ് മോക്ഷം. അപ്പോ ഈശ്വരാനുഗ്രഹം എപ്പോഴും വേണം. അതിന് ഈശ്വരന് പ്രീതികരങ്ങളായ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഉത്തമം. ഈശ്വരന് അപ്രീതി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കലാണ് വേണ്ടത്. നമോ വിജ്ഞാനമാത്രായ സർവപ്രത്യയഹേതവേ പുരുഷേശപ്രധാനായ ബ്രഹ്മണേ അനന്തശക്തയേ. നമോ വിജ്ഞാനമാത്രായ സർവപ്രത്യയഹേതവേ പുരുഷേശപ്രധാനായ ബ്രഹ്മണേ അനന്തശക്തയേ. വിജ്ഞാനമാത്രായ സർവപ്രത്യയഹേതവേ പുരുഷേശപ്രധാനായ ബ്രഹ്മണേ അനന്തശക്തയേ നമഃ. എല്ലാം ഭഗവാന്റെ വിവിധ ഭാവങ്ങൾ പറഞ്ഞ് നമഃ നമഃ നമഃ.
വിജ്ഞാനമാത്രായ നമഃ. ശുദ്ധമായ വിജ്ഞാനസ്വരൂപന് നമസ്കാരം. കലർപ്പില്ലാത്ത വിജ്ഞാനം, എല്ലാ അറിവുകളെയും പ്രകാശിപ്പിക്കുന്ന ബോധം, ശുദ്ധ ചൈതന്യം. അതിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നമുക്ക് എല്ലാ അറിവും ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വിഷയസംബന്ധമില്ലാത്ത ആത്മസാക്ഷാത്കാരത്തിന് ഉതകുന്നതായിട്ടുള്ള ആ വിജ്ഞാന സ്വരൂപനായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. സർവപ്രത്യയഹേതവേ. പ്രത്യയം എന്ന് പറഞ്ഞാൽ ഓരോ വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള അറിവ്, വേറെ 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 വസ്തുക്കളെ തിരിച്ചറിയാമെന്നാണ് പ്രത്യയം. സർവപ്രത്യയഹേതവേ എന്ന് പറഞ്ഞാൽ എല്ലാ പദാർത്ഥങ്ങളുടെയും ജ്ഞാനത്തിന് കാരണമായിരിക്കുന്ന ആ ശക്തിബോധം, ഓരോന്നിനെയും വേറെ വേറെ സമസ്ത ജ്ഞാനകാരണ മൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം. നമുക്ക് നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ, മനസ്സിലൂടെ, ബുദ്ധിയിലൂടെ ഈ ലോകത്തിലുള്ള സർവ്വ വസ്തുക്കളെയും വകതിരിവോടെ വേർതിരിച്ച് മനസ്സിലാക്കി തരുന്ന ശക്തിയും ഈശ്വര ശക്തി തന്നെയാണ്. ആത്മജ്ഞാനം നൽകുന്നതും ഈശ്വര ശക്തി തന്നെയാണ്. അഥവാ പരാവിദ്യയും അപരാവിദ്യയും ഈശ്വര കാരുണ്യം, ഈശ്വര അനുഗ്രഹം കൊണ്ടാണ് ഉണ്ടാകുന്നത്. നമോ വിജ്ഞാനമാത്രായ സർവപ്രത്യയഹേതവേ പുരുഷേശ പ്രധാനായ. പുരുഷൻ, ഈശൻ, പ്രധാനൻ എന്നൊക്കെ അറിയപ്പെടുന്ന, പ്രധാനം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ മുഴുവൻ കാരണമായിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ സമുച്ചയം, പ്രകർഷേണ ധരിച്ചിരിക്കുന്ന ഭാവം എല്ലാം ഭഗവാനിൽ പ്രളയകാലത്ത് ലയിച്ചിരിക്കുന്നു. പിന്നീട് അതിൽ പ്രകൃതി ഉണർന്ന് മഹത്തത്വം, അഹങ്കാരതത്വം എന്നെല്ലാമായി പ്രപഞ്ചം ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പം എല്ലാറ്റിനെയും ഉള്ളിൽ ധരിച്ചിരിക്കുന്ന അവ്യക്തമായ ഭാവമാണ് പ്രധാനം. അവിടെ വ്യത്യസ്തമായിട്ട് ഒന്നും തിരിഞ്ഞിട്ടില്ല, ലോകമുണ്ടായിട്ടില്ല. ഉണ്ടാവുന്നതിന് മുമ്പുള്ള പൊട്ടൻസി ഭഗവാനിൽ അടങ്ങിയിരിക്കുന്ന ആ ശക്തിയാണ് പ്രധാനം. അതുപോലെ പുരുഷൻ, ഈശൻ. പുരുഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അന്തര്യാമിയായിരിക്കുന്ന ചൈതന്യം, ക്ഷേത്രജ്ഞൻ. ഈശൻ എന്ന് പറയുമ്പോൾ പുറത്ത് കാലസ്വരൂപത്തിൽ ലോകത്തെ നിയന്ത്രിക്കുന്നവൻ. അപ്പോൾ കാലം, പുറത്ത് കാലശക്തിയായ ഈശ്വരൻ, അകത്ത് ക്ഷേത്രജ്ഞനായ പുരുഷൻ, എല്ലാറ്റിനും മെറ്റീരിയലായി തീരുന്ന പ്രധാനം, സമഷ്ടി ഉപാദാന കാരണമായ പ്രധാനം, എല്ലാം അടങ്ങിയിരിക്കുന്ന പ്രധാനം. ഇതെല്ലാം അങ്ങ് തന്നെയാണെന്നാണ് പറയണം. പുരുഷേശ പ്രധാനായ, പുരുഷനും ഈശനും പ്രധാനനുമായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. ബ്രഹ്മണേ നമഃ. എല്ലാം ഉൾക്കൊള്ളുന്ന, എല്ലാറ്റിലും വലുതായ ആ ബ്രഹ്മ സ്വരൂപത്തിന്, ബ്രഹ്മചൈതന്യത്തിനായിക്കൊണ്ട് നമസ്കാരം. പരമകാരണമായ ആ വസ്തുവിന് നമസ്കാരം. അനന്തശക്തയേ. ഈ ലോകത്തിലുള്ള സകല ശക്തികളും അതിൽ നിന്ന് ഉണ്ടായതാണ്. ഇനിയും ഏതെല്ലാം ശക്തികൾ ഉണ്ടാവാനിരിക്കുന്നു, ഏതെല്ലാം ശക്തികൾ നമ്മൾ അറിയാതെ ഇപ്പൊ തന്നെ കിടപ്പുണ്ട്, ഏതെല്ലാം ശക്തികൾ മുമ്പുണ്ടായി നമ്മൾ അറിയപ്പെടാതെ പോയോ. അപ്പോൾ ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലുമുള്ള സകല ശക്തികളും, അതിനൊക്കെ അപ്പുറത്തേക്കുള്ള അനന്തമായിട്ടുള്ള ശക്തിയോടുകൂടിയവനാണ് ഭഗവാൻ. ഭഗവാന്റെ പൊട്ടൻസി, ഭഗവാന്റെ ശക്തി എത്രയാണെന്ന് ആർക്കും നിർണയിക്കാനാവില്ല. അങ്ങനെയുള്ള അങ്ങേക്ക് നമഃ നമഃ. അപ്പോൾ ഭഗവാന്റെ അതി ഉന്നതങ്ങളായ ഭാവങ്ങളാണ് വിജ്ഞാനമാത്രായ സർവപ്രത്യയഹേതവേ പുരുഷേശ പ്രധാനായ ബ്രഹ്മണി അനന്തശക്തയേ നമഃ. നമസ്തേ വാസുദേവായ സർവഭൂതക്ഷയായ ച ഋഷികേശ നമസ്തുഭ്യം പ്രപന്നം പാഹി മാം പ്രഭോ. നമസ്തേ വാസുദേവായ സർവഭൂതക്ഷയായ ച ഋഷികേശ നമസ്തുഭ്യം പ്രപന്നം പാഹി മാം പ്രഭോ. സർവഭൂതക്ഷയായ വാസുദേവായ തേ നമഃ. സർവഭൂതങ്ങൾക്കും ക്ഷയം എന്ന് പറഞ്ഞാൽ വാസസ്ഥാനം എന്നർത്ഥമുണ്ട്. യമക്ഷയം എന്ന് പറഞ്ഞാൽ എന്താ? യമലോകം, യമന്റെ ലോകം.
അതുപോലെ ആരുടെ വാസസ്ഥാനത്തിനും ക്ഷയം എന്ന് പറയാം. അപ്പോൾ എല്ലാ വസ്തുക്കളുടെയും സർവഭൂതങ്ങൾക്കും ആധാരമായിരിക്കുന്നത്, അധിഷ്ഠാനമായിരിക്കുന്നത്, വാസസ്ഥാനമായിരിക്കുന്നത് സർവഭൂതക്ഷയായ വാസുദേവായ, വസുദേവപുത്രനായിരിക്കുന്നവനും എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നവനുമായ വാസുദേവന് നമസ്കാരം. തേ നമഃ. ഋഷീകേശ, ഇന്ദ്രിയങ്ങളെയെല്ലാം ഈശിക്കുന്നവനായ, ഋഷീകങ്ങളെ ഈശിക്കുന്നവൻ. ഋഷീകാണാം ഈശഃ ഋഷീകേശഃ. ഇന്ദ്രിയങ്ങളെയെല്ലാം പ്രേരിപ്പിക്കുന്ന, ഏതൊരുവനാൽ പ്രേരിപ്പിക്കപ്പെട്ടാണോ കണ്ണ് വിഷയങ്ങളിലേക്ക് പതിക്കുന്നത്, കാത് അതിൻ്റെ വിഷയത്തിലേക്ക് പോകുന്നത്, നാവ് രുചി അറിയുന്നത്, മൂക്ക് ഗന്ധമറിയുന്നത്, ത്വക്ക് സ്പർശമറിയുന്നത്, അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ആ ശക്തി തന്നെയാണ് ഋഷികേശ്. പ്രഭോ സർവശക്ത തുഭ്യം നമഃ. അങ്ങേക്ക് നമസ്കാരം, നമസ്കാരം. പ്രപന്നം മാം പാഹി. അങ്ങയെ ശരണാഗതി പ്രാപിച്ചിരിക്കുന്ന, ആശ്രയിച്ചിരിക്കുന്നവനായ എന്നെ പരിപാലിച്ചാലും രക്ഷിച്ചാലും. അങ്ങയെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു, അങ്ങെന്നെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ആ വൈകുണ്ഠമൂർത്തിയെ സാക്ഷാൽ രഥത്തിലിരിക്കുന്ന കൃഷ്ണനും രാമനും തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് സ്തുതിക്കുകയാണ്. അപ്പോൾ ഇത് വെള്ളത്തിൽ നിന്നുകൊണ്ട് അനന്തമൂർത്തിയെ കണ്ടുകൊണ്ടാണ്, ഭഗവാനെ നാരായണനെ കണ്ടുകൊണ്ടാണ് സ്തുതിക്കുന്നതെങ്കിലും ഇതെവിടേക്കും കൂടി ബാധകമാണ്, ആരാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു കൊടുത്തു. രഥത്തിലിരിക്കുന്ന ആൾ തന്നെയാണ് വെള്ളത്തിലിരിക്കുന്നത് എന്നുള്ള പരസ്പര ബന്ധത്തെ കാണിച്ചു കൊടുത്തിരുന്നു ഭഗവാൻ. അപ്പം അതുകൊണ്ട് ഈ സ്തുതി ഇവിടെ നേരിട്ട് ഭഗവാനെ നാരായണനെ സ്തുതിക്കുമ്പോഴും അത് രഥത്തിലിരിക്കുന്ന കൃഷ്ണനുള്ളതും കൂടിയാണ്, അതേ ഭാവം തന്നെയാണ്. അപ്പോൾ ഈ സ്തുതി കഴിഞ്ഞ് ഭഗവാൻ അന്തർദാനം ചെയ്യുന്നു. അവിടെ അദ്ദേഹം അക്രൂരൻ അദ്ദേഹത്തിൻ്റെ സ്നാനാദികളും സന്ധ്യാവന്തനവും കഴിഞ്ഞ് തിരിച്ച് രഥത്തിലേക്ക് വരുന്നതും ഭഗവാനെ ദർശിക്കുന്നതുമായിട്ടുള്ള രംഗങ്ങൾ നമുക്ക് അടുത്ത അധ്യായത്തിൽ നാളെ കാണാം. ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ അക്രൂരസ്തുതിർനാമ 40തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം. നാളെ കാണാം. ഇന്നും കൂടി വൈകുന്നേരം ചിദാനന്ദപുരി സ്വാമിജിയുടെ പരിപാടി. നമുക്ക് സമയം ഉച്ചയ്ക്ക് 3 മണിക്ക് സ്വാമിജി ഇങ്ങോട്ട് വരാനും ചാൻസ് ഉണ്ട്. പാലക്കാട് വരുന്നുണ്ട്. ഇപ്പോൾ ഒഴിവുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ശുഭദിനം.